ഈ രാജ്യത്ത് ആദ്യത്തെ കലാലയം ആരുണ്ടാക്കി? മിഷനറിമാർ. ഈ രാജ്യത്ത് ആദ്യത്തെ വാർത്താപത്രം ആരുണ്ടാക്കി? മിഷനറിമാർ. ഈ രാജ്യത്ത് ആദ്യമായി സാധാരണ മനുഷ്യരും വിദ്യാഭ്യാസം എന്ന ആശയം ആർക്കൊടുത്തു? ഈ മിഷനറിമാരാണ്. ആധുനിക ഇന്ത്യയെ നിർമ്മിച്ചെടുത്തത് ആരാണ്? ഈ ബൈബിളിന്റെ വക്താക്കളാണ്. 85 ഭാഷകളിൽ വ്യാകരണം, ഹിന്ദി ഉൾപ്പെടെയുള്ള 85 ഭാഷകൾക്ക് വ്യാകരണം കൊടുത്തത്, 120 പരം ഭാഷകൾക്ക് നിഘണ്ടു ഉണ്ടാക്കി കൊടുത്തത് യേശുവിന്റെ അനുഗാമികളാണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മിതിക്ക് വേണ്ടി ഇത്തരത്തിൽ നിലനിൽക്കാൻ, അത്തരം സാംസ്കാരികമായ ആന്തോളനത്തിന് തുടക്കം കുറിച്ചത് യേശുവിന്റെ അനുഗാമികളാണെങ്കിൽ ബൈബിൾ പറയുന്ന പോലെ ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കിട്ടൂ. ഇന്നിപ്പോൾ ഞാൻ പോരുമ്പോൾ നിങ്ങളെല്ലാം അറിയുന്നൊരു വാർത്തയുണ്ട്. ഞാൻ കുറേ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രീതി മേരി എന്നും വന്ദന ഫ്രാൻസിസ് എന്നും വിളിക്കുന്ന 2 സഹോദരിമാർ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 കുറ്റാണ്. ഒന്ന് മതപരിവർത്തനം നടത്തി, രണ്ടാമത്തെ കുറ്റം മനുഷ്യക്കടത്ത് നടത്തി. നിങ്ങൾ ഉപദേശപരമായോ ചിന്താപരമായോ ഈ കന്യാസ്ത്രീമാരോടോ അവരുടെ പഠനങ്ങളോടോ സിസ്റ്റത്തോടോ യോജിക്കാത്തവരാകും. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണ്ടേ? അവർ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലോ വീട്ടിൽ പട്ടിണിയായതിൻ്റെ പേരിലോ തിരഞ്ഞെടുത്തല്ല ഈ വഴി. കത്തോലിക്ക സഭ നിർബന്ധിച്ചാക്കിയതല്ല, അവരെ വീട്ടുകാരെ നിർബന്ധിച്ചതല്ല, സ്വന്തം മനസ്സോടെ. ഹൈലി എഡ്യൂക്കേറ്റഡാ കുട്ടികൾ, സഹോദരിമാർ 2. വളരെ വർഷങ്ങളിലെ ത്യാഗമുണ്ട്. അവർക്കൊപ്പം പഠിക്കാൻ പോയ 10-100 പേരിൽ നിന്ന് പകുതി ആളുകളും വിട്ടുപിരിഞ്ഞിട്ടും അവരുടേതായ ശരിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു നിൽക്കുന്ന ഇവരുടെ ജോലി എന്താണെന്ന് അറിയണ്ടേ? അവർ തിരഞ്ഞെടുക്കുന്നത് കുഷ്ഠരോഗികളുടെ ചേരിയായിരിക്കും, ആദിവാസികളുടെ ഗ്രാമമായിരിക്കും, നിരക്ഷരരുടെ മേഖലയായിരിക്കും. ഇവിടെ പോയി മാസശമ്പളം കൈപ്പറ്റാതെ അവരുടെ സേവനം കംപ്ലീറ്റ് അർപ്പിക്കുന്ന തൊഴിലത്. മനസ്സിലായോ? അവർക്ക് ഈ മനുഷ്യക്കടത്ത് കടത്തി ജീവിക്കേണ്ട ഗതികേടൊന്നുള്ളവരല്ല. അത്തരം കുടുംബങ്ങളില്ല. ചരിത്രം പഠിക്കണം. മനസ്സിലായില്ലേ? ഇതിന് നാൾക്കപ്പുറത്ത് സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന ഒരു പുരോഹിതനോടെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ദീർഘനാളിലെ ജയിൽവാസം. ചായ കുടിക്കാൻ വയ്യ, കാരണം പാർക്കിൻസൺസ് രോഗം വന്നിട്ട് കൈവിറയ്ക്കും. അദ്ദേഹത്തെ കണ്ട് ഇവിടെ നിന്ന് പോയ ആളുകൾ ചോദിച്ചു, ഫാദർ സ്റ്റാൻസ്വാമി. അദ്ദേഹം പറഞ്ഞ സന്തോഷമാണ്, കാരണം അപ്പോസ്തലന്മാരും ഇങ്ങനെയൊക്കെ കിടന്നല്ലോ, ഒരു നിരാശയില്ല, എന്തെങ്കിലും ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, പറ്റുമെങ്കിൽ ഒരു ഉപകാരം. എന്താ? എനിക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ കയ്യിലെടുത്ത കൈ വിറയ്ക്കും, വെള്ളം കുടിക്കാൻ വയ്യ, ഒരു സ്ട്രോ കിട്ടിയാൽ കൊള്ളാം. വെള്ളം കുടിക്കാനുള്ള ആ സ്ട്രോ പോലും നിഷേധിച്ചു. ആ പൊട്ടിപ്പൊളിഞ്ഞ ജയിലിൽ കിടന്ന് ആ മനുഷ്യൻ ഇഹലോകവാസം പിടിഞ്ഞു. ഇങ്ങനെ 1-2 പേരല്ല, 100 കണക്കിന് ആളുകൾ ഇന്ത്യയിലെ ജയിലിൽ കിടപ്പുണ്ടേ, 100 കണക്കിന്. എനിക്കിതിൽ നിരാശയുള്ള ആളല്ല, എനിക്കിതൊരു ആവേശമാണ്. ഞാൻ നിങ്ങളിൽ ചെല്ലെ കൂടി അവിടെ കിടത്താനുള്ള പണിയാണ് നോക്കുന്നത്. അങ്ങനെ സന്തോഷമുള്ളവരെ ക്രിസ്ത്യജീവിതം തിരഞ്ഞെടുക്കാവൂ, അതാ പറഞ്ഞേ. നമുക്കവിടെ കിടക്കാൻ പറ്റാതെ പോയത് നമ്മൾ അത്ര യോഗ്യരല്ലാത്തതുകൊണ്ടാണെന്ന്. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ഏറെ വിശുദ്ധരെ വേണമായിരിക്കും. അതുകൊണ്ടാണ് ഗ്രഹാസ്റ്റേൽസിനെ പോലെ ഒരു കുറ്റവും ചെയ്യാത്ത തിമത്തി, എസ്തേർ ഇവരെപ്പോലുള്ള ആളുകളെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തിയത്. ആമേൻ. പക്ഷെ ഒരു കാര്യം കൂടി പഠിക്കണം. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരോടൊന്നും എനിക്കൊരു വിരോധവും വൈരാഗ്യമുള്ള ആളല്ല. വിയോജിപ്പാ എഴുതുന്ന കേട്ടോ, വൈരാഗ്യമല്ല, ആരോടുമില്ല. നമുക്ക് ഒരു തിരുവചന ഭാഗം വായിച്ചു കേൾക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേട്ടിരിക്കാം. വായിച്ചാട്ടെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി,
ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനഭാഗത്തിനായി ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകദേശ ജീവചരിത്രത്തിൻ്റെ പേരാണ് സുവിശേഷം. യേശുവിൻ്റെ പൂർണ്ണമായൊരു ജീവചരിത്രമല്ല ഈ 4 സുവിശേഷങ്ങളിലുമുള്ളത്. യോഹന്നാൻ തന്നെ പറയുന്നു, യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. അവ വിശദീകരിച്ച് ഗ്രന്ഥങ്ങളാക്കിയാൽ ആ ഗ്രന്ഥങ്ങൾ ഭൂമുഖത്ത് തന്നെ സംഭരിക്കാൻ കഴിയാതെ വരും. വിവരിക്കാനാവാത്ത അത്രയും ബൃഹത്തായ പ്രവൃത്തി ചെയ്ത അപൂർവ വ്യക്തിത്വത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ മഹത് വ്യക്തിത്വവുമായിട്ടാണ് നമുക്കിന്ന് രാത്രി കൂട്ടായ്മ. പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ ഈ ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാൻ നിങ്ങൾ പ്രമുഖരാണോ, പ്രസിദ്ധരാണോ, നിങ്ങളെന്തോ പ്രത്യേക സിദ്ധിയുള്ളവരാണോ, ഇതൊന്നും ആവശ്യമില്ല. ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. എന്തിന്? ഒരിക്കൽ ഒരു ഭൂതം പ്രാർത്ഥിച്ചു, അതും ദൈവം കേട്ടു. ബൈബിളിലുണ്ട്. എന്താ പറഞ്ഞേ? യേശുവേ മഹോന്നതനായ ദൈവപുത്ര, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. ആകട്ടെ, അത് കേട്ടു. ഇതുപോലെ പറഞ്ഞു, ഞങ്ങളെ ആ പന്നിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് അയച്ചാട്ടും, ഞങ്ങൾ അങ്ങ് പൊക്കോളാം. ഓ, ആകട്ടെ. അനന്തരം അവയുടെ പ്രാർത്ഥന കേട്ടെ. പ്രാർത്ഥന കേൾക്കാൻ ഒരുവനേ ഉള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമതൊരാളില്ല പ്രാർത്ഥന കേൾക്കാൻ, ഒറ്റ ഒരാൾ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടൊക്കെ പിണങ്ങിയിരുന്നാൽ നമ്മൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമില്ല. കാരണം കേൾക്കാൻ ഒരാളേ ഉള്ളൂ. നമ്മൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ശത്രുവിനെ അപ്പാടെ നശിപ്പിക്കുന്ന ആളല്ല ദൈവം. കാരണം അവനും പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ ഒരാളേ ഉള്ളൂ, ഒറ്റയാൾ. അതുകൊണ്ട് ആ ചില പ്രാർത്ഥന കേൾക്കാത്തെന്താ? ആർക്കും പ്രശ്നമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കണം. അതുകൊണ്ട് നീതിയുള്ള ന്യായാധിപതി നീതി നടപ്പിലാക്കി അർഹതപ്പെട്ടവന് കൃപയും കരുണയും കൊടുത്ത് അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഈ 4 സുവിശേഷങ്ങളിൽ 4ാമത്തെ സുവിശേഷമാണ് യോഹന്നാൻ. ബാക്കി നിങ്ങൾക്കറിയാം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്. ഈ 4 സുവിശേഷങ്ങളും വിശദീകരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ്. അതിൻ്റെ ത്രെഡ് അഥവാ ഉള്ളടക്കം ഒന്നാണ്. പക്ഷെ ഇവരുടെ സമീപനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. സാംബാഷ് പ്രസംഗിച്ചാലും സജു ചാത്തന്നൂർ പ്രസംഗിച്ചാലും അനിൽക്കുടിത്തോറും പ്രസംഗിച്ചാലും കാര്യം ഒന്നാണ്. പക്ഷെ സമീപനത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെയാണ് 4 സുവിശേഷത്തിനും. ഒന്നാം സുവിശേഷമായ മത്തായി ശ്രദ്ധിച്ചത്, ആ സുവിശേഷത്തിന് ഒരു യഹൂദ സ്വഭാവമുണ്ട്. അതിൻ്റെ ആദ്യ വായനക്കാർ യഹൂദന്മാരാണ്. അവർ റോമൻ സർവാധിപത്യത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ വിമോചകൻ വരും എന്ന് കാത്തിരുന്നു. ആ വിമോചകൻ്റെ പേരാണ് മശിഹ. നിങ്ങൾ കാത്തിരുന്ന ആ മശിഹയില്ലേ, അതാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കുകയാണ് ഒന്നാം സുവിശേഷം. മാത്രമല്ല, യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ വിമോചകൻ ഒരു രാജാവ് കൂടെയാണ്. മരണമില്ലാത്ത രാജാവ്, ഭരണത്തിന് അന്തമില്ലാത്ത രാജാവ്,
ഒരു രാജാവ് നീതിയോടെ വാഴും. അവൻ അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കും. കാത്തിരിക്കുന്നവരോട് പറഞ്ഞു. അതാണ് യേശുക്രിസ്തു. തെളിവ് കൊടുക്കാൻ വേണ്ടി യേശുവിൻ്റെ വംശാവലി പട്ടികയിലൂടെ കടന്ന് യേശു എന്ന വ്യക്തിത്വത്തെ അബ്രഹാം എന്ന കുലപതി, ആ കുലത്തിലെ കാരണവരുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അണമുറിയാത്ത ആ കണ്ണിയിൽ കർത്താവായ യേശുക്രിസ്തു ഉൾപ്പെട്ടിരിക്കുന്നു എന്ന പ്രബന്ധമാണ് മത്തായി രചിക്കുന്നത്. രണ്ടാമത്തെ ആള് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഒരു 100-150 പേരൊക്കെ വന്നാൽ അവർക്കിരിക്കാൻ പാകത്തിന് സൗകര്യമുള്ളൊരു വീട്, നല്ല ആതിഥേയ മര്യാദയുള്ള വീട്, വലിയ മാളിക മുറിയുമൊക്കെ സ്വന്തമായുള്ള ഒരു ധനാഢ്യൻ്റെ മകൻ. അതായിരുന്നു മാർക്കോസ്. ആളുകൾ കൂടിയിരുന്ന മാർക്കോസിൻ്റെ മാളിക മുറിയെക്കുറിച്ച് കേൾക്കുമല്ലോ. ആള് സമ്പന്നനാണ്. നാട്ടിൽ ഒരു വലിയ പ്രമാണിയുടെ മകൻ. മുന്നറിയിപ്പില്ലാതെ വീട്ടിലേക്ക് ചെന്നാലും അത്യാവശ്യം 19 പേർക്ക് ആഹാരം കൊടുക്കത്തക്ക വിധത്തിൽ സജ്ജീകരണമുള്ള വീടാ. പക്ഷെ മാർക്കോസ് ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ദൗത്യം ഒരു ദാസന്റെയാണ്. എളിമത്വം. നിങ്ങൾ മത്തായിലേക്ക് നോക്കുക. രാജാവാണ് മത്തായിയുടെ ക്രിസ്തു. ഉപമകളെല്ലാം രാജകീയ ഉപമകളാ. രാജാവിൻ്റെ വിവാഹവും രാജാവിൻ്റെ വിരുന്നുമൊക്കെയാ നമ്മൾ കുട്ടി പാടിയപ്പോൾ കേട്ടത് പോട്ടെ. അപ്പൊ രാജാവിൻ്റെ വിവാഹവും മഹിമയും പ്രകീർത്തിക്കുക മത്തായി. മാർക്കോസിന്റെ ഉപമകൾ പഠിക്കുക. യജമാനനും ദാസനുമാ അതിൽ ഉള്ളടക്കം. ഒരു സമ്പന്നൻ, വേണ്ടതൊക്കെ ഉള്ള ആളെ, യേശുവിനെ കണ്ടെത്തിയ നാള് മുതൽ യജമാനൻ എന്ന അഹന്താബോധമൊക്കെ വിട്ട് എനിക്ക് നിന്റെ ദാസനാകാൻ എങ്ങനെ സാധിക്കും, എങ്ങനെ ആ പാദം പൂജിക്കാൻ കഴിയും? അങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ക്രിസ്തുവിലും ഒരു ദാസനെ കണ്ടെത്തി വിശുദ്ധ മാർക്കോസ്. മൂന്നാമത്തെ ആള് യഹൂദനല്ല. യഹൂദനല്ലാത്ത ഒരേ ഒരു ബൈബിൾ എഴുത്തുകാരൻ്റെ പേര് ലൂക്കോസ്. യഹൂദനല്ലെന്ന് മാത്രമല്ല, അയാള് ഒരു ഗ്രീക്ക് പശ്ചാത്തലമുള്ളയാളാ. അദ്ദേഹം ഗ്രീസിലെ മാസിഡോണിയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് വന്നയാളാ. അദ്ദേഹം ഒരു ഫിസിഷ്യൻ അഥവാ വൈദ്യനാണ്. വൈദ്യൻ. വൈദ്യശാസ്ത്രത്തിൻ്റെ നാടാണ് ഗ്രീസ്. ഇന്നും തൊട്ടടുത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ, കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഒക്കെ വിദ്യാർത്ഥികൾ അവരെ പാസിങ് ഔട്ട് നടക്കുമ്പോൾ ഡോക്ടർമാരായി തീരുമ്പോൾ എടുക്കുന്ന ഒരു പ്ലഡ്ജുണ്ട്, ഒരു പ്രതിജ്ഞ. ഹിപ്പോക്രാറ്റസ് സത്യപ്രതിജ്ഞ. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം ഗ്രീക്കുകാരനാണ്. പ്രമുഖനായൊരു ഡോക്ടർ ഗ്രീസിലുണ്ടായിരുന്നു, പേര് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എന്ന ചിന്തകനെ നമുക്കറിയാം. അയാൾ ഡോക്ടർ കൂടിയായിരുന്നു. ക്രിസ്തുവിന് ഒരു 100 കൊല്ലം കഴിഞ്ഞൊരു ഡോക്ടറുണ്ടായി ഗ്രീസിൽ, പേര് ഗാലൻ എന്നായിരുന്നു. വളരെ പ്രമുഖനാണ്. ഇവരുടെ നാടാണ്. ഇന്നും കുട്ടികൾ പഠിക്കുന്ന വൈദ്യശാസ്ത്ര സംബന്ധിയായ പല പദങ്ങളും ബൈബിളിലുള്ളതാ. നിങ്ങൾ പറയും, ഒരു ഗൈനക്കോളജിനെ കാണാൻ പോയി. ഗൈനക്കോളജി, ആ പദം വന്നത് ഗുനൈ എന്ന പദത്തിൽ നിന്നാണ്. സ്ത്രീ എന്നതിൻ്റെ അർത്ഥം. യേശു തൻ്റെ അമ്മയായ മറിയെ വിളിച്ചു, സ്ത്രീയെ, ഗ്രീക്കിൽ കിടക്കുന്ന ഗുനൈ, എനിക്കും നിനക്കും തമ്മിലെന്ത്? യേശു പറഞ്ഞു, കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. ഈ കുട്ടി, ഈ കുഞ്ഞെന്നൊക്കെ ഉള്ളതിൻ്റെ പദം എന്താണെന്നറിയണ്ടേ? പൈഡിയ. ഈ പൈഡിയെ കാണിക്കാൻ നിങ്ങൾ പോകുന്ന ഡോക്ടറുടെ പേര് പീഡിയാട്രീഷ്യൻ. വെളിപ്പാടത്തിൽ പറയുക, ഞാൻ നിന്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം. ഗ്രീക്കിൽ കിടക്കുക, എനിക്ക് നിന്റെ കാർഡിയായും നെഫ്രോണും അറിയാം. മനസ്സിലായില്ലേ? ആ, ഇതൊക്കെ പഠിച്ച സ്ഥലമാണ് ഗ്രീസ്. ഇതൊക്കെ ബൈബിളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഒക്കെ ഞാൻ ഏതോ ചിതം പറയാം. സന്തോഷമല്ലേ? ആ.
ഇനി അവിടെ നിന്ന് വന്ന ഈ ഡോക്ടർ, ഇദ്ദേഹത്തെ പറ്റി ഒരല്പം കൂടെ പറയാനുണ്ട്. ഒരു ഡോക്ടർ എന്താ ചെയ്യുന്ന ജോലി എന്നറിയാം? എന്താ ജോലി? നിങ്ങൾ പറയും സൗഖ്യമാക്കുക, ഓക്കെ, പക്ഷെ അങ്ങനെ പറയാൻ വരട്ടെ. ഡോക്ടർ നിങ്ങളെ ഭൂതകാലത്തിലേക്ക് എത്തിക്കുക. വിശ്വാസമില്ല? ഇന്ന് ഡേറ്റ് 29 ജൂലൈ അല്ലേ? ഡോക്ടർ ചെയ്യുന്നത് നിങ്ങളെ എങ്ങനെ ജൂലൈ 28 എത്തിക്കുക, 27 എത്തിക്കുക. മനസ്സിലായില്ല? സുഖമില്ലാത്ത ഒരാളെ ഞാൻ കാണാൻ ചെന്നു, സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭൂതകാലത്ത് ജീവിക്കുന്നോന്ന് അർത്ഥം. ഞാൻ പണ്ട് കണ്ട രൂപത്തിലാണോ എന്ന്. അല്ലാതെ മുറിവെല്ലാം പറ്റി രൂപവും ഭാവവും ഒക്കെ മാറിയിരിക്കുന്ന നിങ്ങളെ, ആക്സിഡന്റ് പറ്റിയ നിങ്ങളെ അല്ലെ എന്നെ കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കി മരുന്ന് ചെയ്യുമ്പോൾ ഞാൻ ഭാവി കാലത്തേക്കല്ല പോകുന്നത്, ഭൂതകാലത്തേക്കാണ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലേ? നമ്മൾ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് ഭൂതകാലത്തിലേക്ക്. വൈദ്യശാസ്ത്രം നിൽക്കുന്ന അതിനാന്ന് തിരിച്ചു പിടിക്കാനേ, തിരിച്ചു പിടിക്കണം നമ്മളെ. അതാ വൈദ്യശാസ്ത്രം, മെഡിസിൻ്റെ ലക്ഷ്യം അതാ, നമ്മളെ തിരിച്ചു കൊണ്ടുവരണം. കൊച്ചുകുട്ടിയായിരിക്കും നമുക്ക് വളരാൻ തോന്നും, പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ട് പോകാൻ തോന്നും തിരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ തലയിൽ നരച്ചിരുന്ന് അല്പം കളറൊക്കെ അടിച്ചു വരുന്നത്. ഭൂതകാലത്ത് ജീവിക്കണം. അങ്ങനെ അടിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. അവരെല്ലാം പാവിയാന്ന് പറയാനല്ല അല്ലേ? ചുളിവുള്ള മുഖമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിലരെ അത് കുറേ കൂടെ കോലമാകും, അത് പോട്ടെ. നമ്മൾ ഭൂതകാലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. പഴയ രൂപത്തിൽ പണ്ട് എങ്ങനായിരുന്നു അതുപോലെ പോകണം. ഇതാ വൈദ്യശാസ്ത്രം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറയില്ലേ, ഇന്നലെ ആയിരുന്നു നല്ലത്, കഴിഞ്ഞുപോയ കാലമായിരുന്നു നല്ലത്, ബാല്യമായിരുന്നു നല്ലത്. ആത്മീയ ആരാധനയിൽ വരുന്നവരും പറയാറുണ്ടേ, പണ്ടായിരുന്നു നല്ലത്, ഇന്നലകളായിരുന്നു നല്ലത്. അതിലെത്രത്തോളം ശരിയുണ്ട് എന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ പറയും, ഈ കൺവെൻഷനായിരുന്നു നല്ലത്. അതാ ഭൂതകാലത്ത് ജീവിക്കാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുക. അങ്ങനെ ഇരിക്കെ നമ്മളെ ഭൂതകാലത്താക്കുന്ന പ്രക്രിയ ഡോക്ടർക്ക്. അതിനാണ് നമുക്കൊരു സ്റ്റിച്ചിട്ട ഡോക്ടറുടെ ആഗ്രഹം, ആ സ്റ്റിച്ചിൻ്റെ ചെറിയ പാട് പോലും അവിടെ കാണാൻ പാടില്ല. അത് വൃത്തിയാക്കാനുള്ള മരുന്നേ. നിങ്ങളുടെ സൗന്ദര്യത്തിന് അപാകത വരരുത്. നാളെ മറ്റൊരാൾ ചോദിച്ചാൽ ആരായിരുന്നത് ഓപ്പറേറ്റീവ് എന്ന് ചോദിച്ചാൽ ഈ ഡോക്ടറെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന് നാണക്കേട് വരരുത്. നിങ്ങളെ പെർഫെക്റ്റ് ആക്കണം, പൂർണ്ണനാക്കണം. ഇതാ ഡോക്ടർ ചെയ്യുന്നത്. ഈ ലൂക്കോസ് ഓർത്തു, ഇതാണ് ഏറ്റവും വലിയ ലോകം. ആരും ധരിക്കരുതേ തങ്ങൾ വ്യവഹരിച്ചിരിക്കുന്ന ആ ലോകമോ വലുതെന്ന് ഓർക്കരുത്. ഒരു ഡോക്ടർക്ക് അഹങ്കാരം വരരുത്. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ജോലിയല്ല. ഈ മരുന്ന് കണ്ടെത്തുന്ന മറ്റ് സയൻറ്റിസ്റ്റുകളില്ലേ, കെമിസ്റ്റ്, അവരില്ലേ, അവരുടെ ജോലി മറ്റൊന്നല്ലേ. ഇനി ഈ രോഗം നിർണയിക്കുന്ന അധികം വിദ്യാഭ്യാസമില്ലാത്ത ലാബിലിരിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, അങ്ങനെ പലർ ചേർന്നെങ്കിലേ നമ്മളെ ഭൂതകാലത്ത് എത്തിക്കാൻ പറ്റൂ. ആരും മേന്മയുള്ളവരല്ല, ആരും കുറഞ്ഞവരുമല്ല. അങ്ങനെയാ ചിലക്കതൊക്കെ തോന്നും. ഇനി സമ്പന്നനായ മനുഷ്യനും ഇതെല്ലാം കഴിഞ്ഞ് തീന്മേശയ്ക്ക് മുമ്പിലേക്ക് വരുമ്പോഴേ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കാൻ വയലിൽ പണിയെടുക്കുന്ന മനുഷ്യനില്ലേ. എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം വരൂല്ലെന്നേ. അതിലൊരാൾ പോയി കഷ്ടപ്പെട്ട് വയലിൽ പണിയെടുക്കണം. ആ തീന്മേശ നിറക്കാൻ മത്സ്യം വേണ്ടേ? രാവും പകലും വ്യത്യാസമില്ലാതെ ആർത്തലക്കുന്ന കടലിൽ പ്രാണൻ നോക്കാതെ കഷ്ടപ്പെടണം. അവരും വലിയവരാ. എല്ലാത്തരം മനുഷ്യരും വലിയവരാ. ആരും ചെറിയവരല്ല. ആരും ചെറിയവരും ആരും വലിയവരുമല്ല. ആ സമത്വത്തിൻ്റെ, ആ ഭാവനാദർശനത്തിൻ്റെ സമാനതകളില്ലാത്ത ഉപമകൾ കൊണ്ടാണ് ലൂക്കോസ് തന്റെ സുവിശേഷം ജപിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയണ്ടേ? ലൂക്കോസ് നിരവധി പേരെ പരിചയപ്പെട്ടു. അഹംഭാവികളെ, അഹങ്കാരികളെ, അറിവിൽ അഹങ്കരിക്കുന്ന മനുഷ്യരെ, സമ്പത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യരെ, വിജ്ഞാനത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യരെ, ഈ 100 മനുഷ്യർക്കിടയിൽ താൻ വേറിട്ടൊരു മനുഷ്യനെ കണ്ടു. ആ വ്യക്തിത്വത്തിന്റെ പേരാ ധന്യനായ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് ലൂക്കോസ് നമ്മൾ പറയാ, അവന് തുല്യനായിട്ട് ഒരുവനുമില്ല, അവരോട് ഓമിക്കാൻ ആർക്കും കഴിയുകയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയണ്ടേ? ഡോക്ടറായ താൻ ജീവിതത്തിന്റെ ഭൂതകാലത്തിലേക്ക് ചികിത്സ കഴി മനുഷ്യനെ എങ്ങനെയൊക്കെ നേരെയാക്കിയാലും ഒരു ദിവസം മരണം വന്ന് പിടിക്കും.
ഏത് മെഡിക്കൽ കോളേജിലെ ഏത് ഗവേഷകനും ഏത് വൈദ്യനും എത്ര കഠിനമായി ശ്രമിച്ചാലും ഒരാൾക്കും പ്രാണൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഇതാ ഞാൻ ഗിലയാദിലെ വൈദ്യനെ പരിചയപ്പെടുന്നു. ക്ഷണത്തിൽ സൗഖ്യം കൊടുക്കുന്ന, വിളിച്ചു പറഞ്ഞ് സൗഖ്യം കൊടുക്കുന്ന, ഏത് മാരക രോഗത്തിനും പ്രതിവിധി ക്ഷണത്തിൽ കൽപ്പിക്കുന്ന മഹാവൈദ്യനെ കണ്ട നാൾ മുതൽ ലൂക്കോസ് ഒരു കാര്യം മനസ്സിലായി, ഇവന് തുല്യനായി ഒരുവനുമില്ല. ആ സമ്പൂർണനാക്കുന്ന മഹാവ്യക്തിത്വത്തെ ഈ രാത്രി കേൾപ്പവർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. മറ്റൊന്നുകൂടി ലൂക്കോസ് കണ്ടു. ഈ ക്രിസ്തുവിന് നമ്മളെ ഭൂതകാലത്ത് എത്തിക്കാൻ മാത്രമല്ല, ഭാവി കാലത്തും എത്തിക്കാൻ പറ്റും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സത്യത്തിൽ യേശുക്രിസ്തു എന്നൊരാൾക്ക് ഭൂതകാലവും ഇല്ല, ഭാവി കാലവും ഇല്ല. നമുക്കിതൊക്കെ ഉണ്ട്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഇന്നലെ ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഉണ്ട്. ദൈവത്തിന് ഇത് മൂന്നുമില്ല. സ്ഥലം, സമയം, പദാർത്ഥം, ഇത് മൂന്നും ബാധിക്കാത്ത ആളിൻ്റെ പേരാ ദൈവം. മനസ്സിലായോ? മനസ്സിലാക്കുന്നേ. ദൈവത്തിന് തിരുവനന്തപുരം ജില്ലയുടെ പരിധിക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കാനുള്ള കഴിവല്ല. ദൈവത്തിനൊരു ഗ്രാമം കൊണ്ട് ഒതുങ്ങാനുള്ള കഴിവല്ല, ഭൂമി കൊണ്ട് ഒതുങ്ങാനുള്ള കഴിവല്ല, മുഴുപ്രപഞ്ചവും. അങ്ങനൊന്നും വിശദീകരിച്ചാലും തീരില്ല. മുഴുപ്രപഞ്ചവും അവിടുത്തെ സന്നിധി വലയത്തിൻ്റെ ഉള്ളിലാണ്. അതുപോലെ സമയം, ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന് മറ്റൊരു ഗോളത്തിലും ഇതേ സമയത്ത് തൻ്റെ സാന്നിധ്യം അറിയിക്കാം. എല്ലായിടത്തും അവനുണ്ട്. അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെ ഉണ്ട്. ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കരം എന്നെ പിന്തുടരും. മനസ്സിലായോ? അപ്പോൾ ഭൂതകാലവും ഭാവി കാലവും ഒന്നുമില്ല ദൈവത്തിന്. നമുക്കുണ്ടല്ലേ അല്ലേ? അതുള്ളത് കൊണ്ടാണ് നമ്മുടെ തല നിറയ്ക്കുന്നത്, കണ്ണിന് കാഴ്ച കുറയുന്നത്. പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടമൊക്കെ വരും. നിങ്ങൾ ഈ കസേര ഇടുന്നൊന്നും കണ്ടിട്ടില്ലേ ബ്രദറെ? അത് അവർ കാണാൻ പാത്തിനിട്ടെ, അവർ കാണട്ടെ കേട്ടോ. വേണ്ട, അങ്ങനെയാണത്. മനസ്സിലായോ? ഇനി അങ്ങോട്ട് നോക്കിയിരിക്കില്ല, ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഏകാഗ്രത പോലെ ആളുകളായി പ്രാർത്ഥിച്ചാന്നാണ് പറഞ്ഞത്. നിങ്ങളും ഏകാഗ്രത പോകാതെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. നമുക്കേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കണ്ട കുഞ്ഞ്, ഇനിയും വായനയൊന്നും വേണ്ട, ശ്രദ്ധിച്ചാൽ മതി. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ പറയുക, ആദിയിൽ ദൈവം. അതിലൊരു ചെറിയ പരിഭാഷ പിശകുണ്ട്, അത് തിരുത്തി പോകണം. ഇൻ ദ ബിഗിനിങ് God created heavens and earth. In the beginning God created heavens. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ശാസ്ത്രം അടിസ്ഥാനപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട് ഭൗതിക ശാസ്ത്രത്തിലെ. ഒന്ന് മുമ്പേ പറഞ്ഞല്ലേ, ടൈം, സ്പേസ്, മാറ്റർ, എനർജി, ഇങ്ങനെ പോകും കുറേ കാര്യങ്ങൾ, പ്ലാസ്മ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ അത്യാവശ്യം ഒരാമുഖം പറയാം. ടൈം അത് ദൈവത്തിന് ബാധകമല്ല. ഭൗതിക ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ടൈം വേണം, സമയം, പദാർത്ഥം, സ്പേസ്, അല്ലെങ്കിൽ അടുത്തത് എനർജി അഥവാ ഊർജം. പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ച്. പ്രായമായ ആളുകൾക്ക് മനസ്സിലാകാനുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. കുഞ്ഞുങ്ങളെയും കൂടെ നമ്മൾ പരിഗണിച്ച് പോണ്ടേ, വേണ്ടേ? ശ്രദ്ധിച്ചു, അങ്കിള് പറയുന്നതൊക്കെ കേട്ടിരുന്നാട്ടെ മക്കളെ.
ബൈബിൾ ഇത് പറഞ്ഞാൽ തുടങ്ങുന്നത്. ആദിയിൽ, അതാ സമയം അഥവാ ടൈം. ഇപ്പം പ്രായമുള്ളവർക്ക് മനസ്സിലായില്ലേ? ആദിയിൽ, സമയം. അടുത്തത് പദാർത്ഥമുണ്ടായി, ഭൂമി. പദാർത്ഥം, തൊട്ടറിയാവുന്നൊരു ദ്രവ്യമുണ്ടാക്കിയെന്ന്, സ്പേസ് ഉണ്ടാക്കിയെന്നും. സ്വർഗങ്ങൾ, സ്പേസ്. ഉണ്ടാകണമെങ്കിൽ എനർജി വേണം. ആ ഉണ്ടാകുന്ന എനർജി ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു വസ്തു ഉണ്ടാക്കണേ എനർജി വേണം. ഇവിടെയാണ് നിരീശ്വരന്മാർ പരാജയപ്പെട്ടു പോകുന്നത്. പിന്നെ അത് ഇതൊക്കെ വിളിച്ചു പറയുള്ളൂ. സംവാദങ്ങളിൽ വന്നിട്ട് അത് പറയാൻ പറ്റില്ല. ഫ്രം വേറെവർ യു കളക്ട് എനർജി. ഇത് എവിടെ നിന്ന് കിട്ടും? എനർജി വേണ്ടേ? എനർജി ഉണ്ടാകണ ചില പ്രശ്നമുണ്ടേ. ഇതിപ്പോൾ വെളിച്ചമുണ്ട്, അത് നമുക്ക് ഇന്ധനം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് യന്ത്രം കറക്കി അതിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോണുകൾ പ്രവഹിച്ച് ഇവിടെ വന്ന് പ്രകാശോർജമായി മാറുന്നു. അതല്ലെങ്കിൽ ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ടേ, സ്ഥിതികോർജം എന്നാണ് പറയുന്നത്. കെട്ടിക്കിടക്കുന്ന ആ വെള്ളം സ്ഥിതികോർജം. അവനെ ഒഴുകണം, ഒരു യന്ത്രം കറക്കണം. അപ്പം യാന്ത്രികോർജമായി. ഇലക്ട്രോണുകളുടെ പ്രവാഹം ചെമ്പ് നാടയിൽ ഒടിഞ്ഞു വന്നു. അത് പ്രകാശോർജമായി താവണമ്പിൽ രൂപപ്പെട്ടു. അപ്പോൾ ഇത് കൈനറ്റിക് എനർജി, യന്ത്രം കറങ്ങുമ്പോൾ. പക്ഷെ ഒരു സ്രോതസ് വേണം. ഞാൻ ചോദിക്കുന്നു, ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏത് വിശദീകരണം വെച്ച് ഒരു നിരീശ്വരന് പറയാം ഇവ കൃത്യം യോജിപ്പിച്ച് ചെയ്യാൻ ഒരു വിദഗ്ധ ബുദ്ധി വേണ്ടേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു വിദഗ്ധ ബുദ്ധി ഇല്ലെങ്കിൽ ഇത്രയും ക്രമമനുസരിച്ചൊരു പ്രപഞ്ചമുണ്ടാകയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമത്തിൻ്റെ കാരണക്കാരൻ ഒരു വലിയ മാത്തമാറ്റീഷ്യനായിരിക്കണം, ഒരു ഗണിത ചിന്തകനായിരിക്കണം. ആ കൃത്യമായി ഉറപ്പിലല്ലാതെ ഒരു വസ്തു ഉണ്ടാവില്ല. നിങ്ങളുടെ എൻ്റെയും പക്കം മൊബൈൽ ഫോണുണ്ടല്ലോ, ഇതിൻ്റെ ഓരോ പാർട്സും അഴിച്ചു വെച്ചു, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം അഴിച്ചു വെച്ചിരിക്കുക. ഒരു കാറ്റടിച്ചാൽ, എങ്ങനെയൊക്കെ നിങ്ങൾ ഊതിയാലും കാറ്റടിപ്പിച്ചാലും ഇതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റില്ല. ഒരു വിദഗ്ധ തലച്ചോറ് ഇടപെടണം. ഒരു വിദഗ്ധൻ ഇടപെട്ട് ആനുപാതികമായി ക്രമമനുസരിച്ച് അടുക്കി വെച്ചെങ്കിൽ മാത്രമേ ഇത് ഇതുപോലെ വരുമൂ എന്ന് ഉള്ള ബോധമാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിൾ തുടങ്ങുന്നതേ. അപ്പോൾ ആ മഹാശാസ്ത്രകാരൻ്റെ പേരാ ദൈവം. ആ ദൈവത്തെ ഈ രാത്രി നമ്മൾ ആസ്വദിച്ചറിയുന്നത്, ആ ദൈവ സാന്നിധ്യമാ നമ്മൾ അനുഭവിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിന് സമയമില്ലെന്ന് പറഞ്ഞൊന്ന് കേൾപ്പിക്കണമല്ലോ, ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അതിനു വേണ്ടിയാ ഈ ഒരു ഡയഗ്രം വരയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയെ സൃഷ്ടിച്ചു. അവിടെ ഒരു 0 അല്ലെ എക്സ് അടയാളപ്പെടുത്തിയിട്ട് ആ പോയിന്റിൽ നമുക്കൊരു വര മുമ്പോട്ട് ഇടണം. അപ്പോൾ 1-ാം ദിവസം, 2-ാം ദിവസം, 7-ാം ദിവസം അങ്ങനെ വന്നു. മനുഷ്യൻ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടു. ജീവജാലങ്ങളൊക്കെ ഉണ്ടായി. അവിടെ നമുക്ക് ആദംഹവമാരുടെ മക്കളുടെ വഴക്ക് അവിടെ എല്ലാം ഇങ്ങനെ അടയാളപ്പെടുത്തി പോക്കോണം. +1 +2 +3 എന്ന് പറഞ്ഞ് പോക്കോണം. നോഹയെ കിട്ടി, നോഹയുടെ 3 മക്കൾ, പ്രളയം, ഇതെല്ലാം കിട്ടി നമുക്ക്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകാം. ആ യാത്രയിൽ നിങ്ങൾക്ക് അബ്രഹാമിനെ കിട്ടും, ആ യാത്രയിൽ മോശയെ കിട്ടും, ആ യാത്രയിൽ ദാവീദിനെ കിട്ടും. അങ്ങനെ വരച്ച് പോയാൽ എന്തിനിപ്പോൾ അവരെല്ലാം പറയുന്നു നമ്മുടെ പ്രസാദ് ബ്രദറിനെ അവരെ കിട്ടും, നമ്മളെല്ലാം കിട്ടുമെന്നല്ലേ? ഈ ചരിത്രം മുഴുവൻ ഇങ്ങനെ രേഖപ്പെടുത്തി പോകാമെന്നോ? ഈ വരയിൽ കാലഘട്ടം അടയാളപ്പെടുത്തി പോകാം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കിട്ടും. ആ യേശു കർത്താവിൻ്റെ അനുഗാമികളായ നമ്മൾ ഇന്ന് കാത്തിരിക്കുന്നത് ആ യാത്ര അങ്ങോട്ട് പോയി എവിടെ ചെല്ലാനാ? നിത്യതയിൽ അല്ലേ? ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം കാത്ത നമ്മൾ ഈ പാടുന്നത്, പ്രസംഗിക്കുന്നത്, ആരാധിക്കുന്നത്. സംഗതി ഇതൊക്കെ ആണെങ്കിലും ഇത് കേട്ടിട്ട് ഒരു കുട്ടി എന്നോട് ചോദിക്കുക, അങ്കിളെ അതൊക്കെ സമ്മതിച്ചു, പക്ഷേ ഉൽപ്പത്തി നമ്മളൊരു എക്സിട്ടിട്ട് തുടങ്ങിയല്ലോ, വഴി തേടി പോവുക, മുമ്പോട്ട് പോവുക, അതിനപ്പുറത്തേ ഒരു എൻഡ് വേണമല്ലോ. അതും അങ്കിൾ പറഞ്ഞു, സമ്മതിച്ചു, നിത്യതയാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരാഗ്രഹം, ഈ പൂജ്യത്തിൻ്റെ പുറത്തോട്ടൊന്ന് പോകണം. അന്ന് എന്തായിരുന്നെന്ന് അറിയണം. ഉൽപ്പത്തി 1:1 മുമ്പ് എന്തായിരുന്നെന്ന്? ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കും മുമ്പ് എന്തായിരുന്നു?
അതിനാ കുഞ്ഞിനോട് ചൂടായിട്ട് കാര്യമുണ്ടോ? വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണ്ടൊക്കെ അപ്പച്ചന്മാർ ചൂടാകും, ആ ചോദിച്ചവന് പിശാചാന്ന് പറയും. എന്തുവാടാ ചോദിക്കും. പക്ഷെ ദൈവവചനത്തിന് അറിയാമായിരുന്നു ഈ ചോദ്യം വരുമെന്ന്. അതുകൊണ്ട് എഴുതിയ മോശയെ കൊണ്ട് തന്നെ അതിന് മറുപടി പറയിപ്പിച്ചു. ഉൽപ്പത്തി എഴുതിയ മോശ തന്നെ തൻ്റെ സഹോദരനായ അഹരോൻ മരിച്ചു കിടക്കുമ്പോൾ പാടുന്നൊരു മനോഹരമായ പാട്ടുണ്ടേ, 90 സങ്കീർത്തനം. ആ 90 സങ്കീർത്തനത്തിൽ പാടി, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. ഉൽപ്പത്തിക്ക് പുറത്ത് ചാടി, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായി ദൈവം. അപ്പോഴും നമുക്കൊരു താല്പര്യം, അതെങ്ങനെയാ? അത് മോശ പറഞ്ഞില്ല, ആള് മരിച്ചു കുറെ കഴിഞ്ഞ. അത് പറഞ്ഞു തരാൻ നല്ല പഠിപ്പ് വേണ്ടേ? മോശ എന്ന മനുഷ്യൻ ഫറവോയുടെ കലാലയത്തിലിരുന്ന് സകലവിധ വിദ്യകളും അഭ്യസിച്ച ഒരു ചിന്തകനായിരുന്നെങ്കിൽ, തത്വചിന്താബോധമുള്ള അറിവുള്ള അധ്യയനമുള്ളൊരുവന് മാത്രം ഉത്തരം പറയാൻ കഴിയാവുന്ന ആ ചോദ്യം ബാക്കിയായിട്ടേ മോശ ദൈവത്തോട് ചേർന്നു. അങ്ങനെയെങ്കിൽ മോശയേക്കാൾ കരുത്തനെ കൊണ്ട് വേണം ഇതിന് മറുപടി പറയിക്കാൻ. അതാ സാമാന്യ നിയമം. പക്ഷേ ഇതിന് ഉത്തരം പറയാൻ തമ്പുരാൻ തിരഞ്ഞെടുത്തത് മോശയേക്കാൾ കരുത്തനെ അല്ല. അത്യാവശ്യം എഴുത്തും വായനയും മാത്രം വശത്താക്കിയ ഗലീല കടൽക്കരയിൽ ഒരു മത്സ്യബന്ധന തൊഴിലാളിയുടെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, വല്യപ്പൻ തുടങ്ങി വച്ച സമസ്യയ്ക്ക് നിന്നെക്കൊണ്ട് മറുപടി പറയിക്കാൻ കഴിയത്തക്ക വിധം നിന്റെ നാവിനെ ഞാൻ ശക്തീകരിക്കും, നിന്റെ തൂലിക ഞാൻ കരുത്തുറ്റതാക്കും, നിന്റെ ചിന്തയുടെ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ അടിമുടി മാറ്റും, നിന്റെ വീക്ഷണഗതിയെ മുഴുവൻ മാറ്റും. ഇന്ന് രാത്രി ദൈവം ഒരുവനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചാൽ നിന്റെ പഠിപ്പ് വിഷയമല്ല, പശ്ചാത്തലം വിഷയമല്ല, ജാതി വിഷയമല്ല, വർണ്ണവും വർഗവും വിഷയമല്ല, നിന്റെ സമ്പത്ത് വിഷയമല്ല. ഇതാ പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ സാന്നിധ്യം നമ്മെ അടിമുടി മാറ്റി മറ്റൊരനുഭവത്തിലേക്ക് കൊണ്ടുപോകും. പിതാക്കന്മാർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്ത, മോശയ്ക്ക് മറുപടി തരാൻ കഴിയാത്ത മഹത്തായ ചോദ്യങ്ങളുടെ ഉത്തരവുമായി ഏത് പ്രശ്നങ്ങളെയും കുരുക്കഴിക്കുന്ന ഒരുവൻ ഇന്ന് നമ്മുടെ മധ്യ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്, അവിടുത്തെ സാന്നിധ്യമാണ് നാം അറിയുന്നത്. അവൻ അഴിക്കാൻ വയ്യാത്ത ഒരു കുരുക്കുമില്ല, അവന് പറഞ്ഞു തരാൻ കഴിയാത്ത ഒരു ഉത്തരവുമില്ല. സകല സംശയങ്ങൾക്കും ആത്യന്തിക പരിഹാരം വരുത്തുന്ന ആ വിധികർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുത്തെ പേരാ കർത്താവായ യേശു ക്രിസ്തു. അവിടെ തിരഞ്ഞെടുത്ത ആ ശിഷ്യന്റെ പേരാ യോഹന്നാൻ. ഞാനങ്ങനെല്ലാം ജീവിച്ചോളാം, ഇനി ഈ വഴി വരലുണ്ട്. അപ്പോൾ യേശുക്രിസ്തു എന്ന ആ ദൈവപുരുഷൻ തിരഞ്ഞെടുത്ത ശിഷ്യൻ്റെ പേരാ യുഹാനാൻ. അതാ ശരി പ്രൊണൗൺസിയേഷൻ. യുഹനാൻ എന്ന് വേണം പറയാൻ, വേണമെങ്കിൽ നമുക്ക് യോഹന്നാൻ എന്ന് പറയാൻ കുഴപ്പമില്ല. ഈ യുഹനാനോട് പറഞ്ഞു, നിനക്ക് ഇതൊക്കെ അറിയാൻ ഒരു കലാലയത്തിൽ നിന്ന് പഠിക്കണം. അവൻ പഠിച്ച കലാലയം യേശുവിൻ്റെ പാദപീഠം പോലും അല്ല. ഈ നെഞ്ചണഞ്ഞ് ഇവിടെ ചേർന്ന് കിടന്ന് പഠിക്കും. ഗുരുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സായുജ്യമില്ലേ, അതിൻ്റെ പേരാ ക്രിസ്ത്യ ജീവിതം. ഗുരുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ആ നെഞ്ചിടിപ്പ് ഒപ്പിയെടുത്ത് പഠിക്കാൻ ഈ രാത്രി ആര് തയ്യാറെടുക്കും? അവനെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവൻ യേശുവോട് ചേർന്ന് കിടന്നു. അതുകൊണ്ടാ ഈ നെഞ്ചിടിപ്പ് കൃത്യം ഒപ്പിയെടുത്ത് ഗുരുവിൻ്റെ കൂടെ കിടക്കും. കാറ്റത്ത് പാറിക്കളിക്കുന്ന ഗുരുവിൻ്റെ താടിരോമങ്ങളൊക്കെ ഒതുക്കി വെക്കും. ആ മുടിയൊക്കെ വൃത്തിയാക്കി കൊടുക്കും. ആ ചെരുപ്പ് കെട്ടിക്കൊടുക്കും. ഭക്ഷണപാത്രം അടുത്ത് വെച്ച് കൊടുക്കും.
ഭക്ഷണം കഴിച്ച പാത്രം വൃത്തിയാക്കി കൊടുക്കും. കൂടെ നടക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ, പേര് യോഹന്നാൻ. ആരാ അപ്പനെന്നറിയണ്ടേ? ബേസയിദക്കടൽക്കരയിലെ ഒരു പാവം മത്സ്യബന്ധന തൊഴിലാളി. എനിക്കിവിടെ ചിലത് പറയാനുണ്ടേ. നിങ്ങളുടെ വീട്ടിൽ പപ്പാടെ ഫോട്ടോ ഉള്ള വീടുകളുണ്ടോ? ചില പറയാം ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റണം, അതെല്ലാം ബന്ധനോ. എന്താ ബന്ധനം? എൻ്റെ അപ്പൻ്റെ പടം ഞാനല്ല, നിങ്ങൾ കൊണ്ടുപോക്കൂ. അപ്പൻ്റെ പടം അവിടെ ഇരിക്കട്ടെ. അപ്പൻ പട്ടാളത്തിലായിരുന്ന ഫോട്ടോ, അല്ലെങ്കിൽ ജോലി ചെയ്ത ആ സ്ഥാപനത്തിൽ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോ, അതല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ, ഇതൊക്കെ വീട്ടിലില്ലേ? മിക്ക വീടുകളിലുണ്ട്. ഇല്ലെന്നോർത്ത് വിഷമിക്കണ്ട. അപ്പോൾ ഇത് കാട്ടിയിട്ട് നമ്മൾ അഭിമാനത്തോട് പറയും, ഇതാ പപ്പ. ക്ഷമിക്കണം, ഞാൻ പറയാം അതല്ല പപ്പ. പിണങ്ങല്ലേ? അടുത്ത് ഒന്നുകൂടെ പറയാനുണ്ടേ. ഈ പട്ടാളത്തിൽ നിൽക്കുന്ന അപ്പാടെ ഫോട്ടോ കാണിച്ചോളൂ, ഇതായിരുന്നു പപ്പ. പപ്പ ഭയങ്കര സൈനികനായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. ശരിക്കുള്ള അപ്പാടെ ഫോട്ടോ അല്ല, അതാ പറഞ്ഞത്, അതല്ല. കുഞ്ഞുങ്ങൾ മൊബൈലിൽ കാണിക്കല്ല, സ്കൂളിൽ ചെല്ലുമ്പോൾ കലാലയത്തിൽ കാണിക്കും, ഇതാ പപ്പ. അത് പപ്പയാ, പക്ഷെ ഫോട്ടോ കറക്റ്റ് അല്ല. മോർഫി അല്ലല്ല. പിന്നെ ഏതാ പപ്പ എന്ന് ഞാൻ പറയാം. പിണങ്ങല്ല അത് പറയുമ്പോൾ. പിണങ്ങരുന്ന് പറയാൻ കാരണം ചിലർക്കത് പറയാനൊരു മടിയുണ്ട്. എതുണ്ടാ പപ്പ ഏതാന്ന് പറയാം. ഈ പട്ടാളത്തിൽ ചെന്ന് മേലുദ്യോഗസ്ഥൻ്റെ ചീത്ത കേട്ട്, അയാളുടെ വഴക്ക് കേട്ട് വിഷണനായി നിന്ന, ഭാഷയറിയാതെ വിഷമിച്ച പപ്പയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇല്ല. അറബി രാജ്യത്തെന്ന അർബാബിൻ്റെ ചീത്ത കെട്ടേ, ഒട്ടകത്തിൻ്റെ ചവിട്ടുകൊണ്ടേ, മരുഭൂമിയിലെ ചൂടിൽ ഒരു വെള്ളം കുടിക്കാൻ പോലും കിട്ടാതെ ഭീഷണനായി നിന്ന അപ്പൻ്റെ ഫോട്ടോ ആരെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടോ? ജോലി കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് വീട്ടിലൊക്കെ വന്നിട്ട് ധരിച്ച വസ്ത്രം പുറത്തേക്ക് ഇട്ടിട്ടേ മധുരമിടാത്തൊരു കാപ്പി കുടിച്ച് സിറ്റൗട്ടിലിരുന്ന അപ്പാടെ ഫോട്ടോ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? അതല്ലേ ശരിക്കും അപ്പ. വാഴക്കറ പുരണ്ട ഉടുപ്പുമിട്ടേ എന്നെയും നിങ്ങളെയും പുലർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് നടന്ന ഒരപ്പനല്ലേ ശരിക്കപ്പൻ. അത് നമ്മൾ അപ്പനെ അണിയിച്ചൊരുക്കി സുഭകനാക്കി ഇവിടെ വച്ചിട്ടുണ്ടേ, അതവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഒറിജിനൽ അപ്പൻ ഈ ഹൃദയത്തിൽ കിടക്കണം, താണ്ട് ഇങ്ങനെ. എന്നിട്ട് എപ്പോഴും പറയണം, ഇതാ എൻ്റെ അപ്പൻ. സന്തോഷമുണ്ടോ? ചിലക്ക് ഈ ഭൂതകാലം പറയാൻ വലിയ മടിയാന്നേ. അപ്പ ഇതായിരുന്നു പറയാൻ മടിയുള്ളവനെ കാണുമ്പോൾ അപ്പൻ്റെ ഒരു ദുഃഖം. നിങ്ങളെയും എന്നെ ജീവിതമാക്കാൻ അപ്പൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാവോ? 10 മാസം ചുമന്നു പറ്റ കണക്ക് പറയുന്ന അമ്മയെപ്പോലല്ല അപ്പൻ. മരണം വരെ കണക്ക് പറയാതെ ജീവിതത്തിൻ്റെ കനത്ത പ്രതിസന്ധിക്ക് മുമ്പിൽ തലകുനിച്ച് നിർവൃതി അടഞ്ഞ അപ്പൻ. യോഹന്നാനും ഒരപ്പനുണ്ടേ, സബദി എന്നാ പേര്. സബദിക്ക് 2 മക്കള്, യാക്കോബും യോഹന്നാനും. ഈ മക്കൾ 2 പേരും പറഞ്ഞു കാണും, ഒരു അപ്പ ഞങ്ങൾ യേശുവിനൊപ്പം പോവാ. മക്കളെ, കണ്ണടയും മുമ്പേ നിന്റെ കൈകൊണ്ട് ഒരു പിടി വെള്ളം, ഒരു പിടി ഭക്ഷണവും അല്പം വെള്ളവും കുടിച്ച് മരിക്കാൻ ആഗ്രഹം, പോകല്ലേ എന്ന് പറഞ്ഞില്ല. അപ്പൻ അനുഗ്രഹിച്ചയച്ചു. ഈ കുട്ടികളുടെ ഊർജ്ജസ്വലത കണ്ട് യേശു ഇവർക്കൊരു പേരിട്ടു, ഇടിമക്കൾ. ആ ഇടിമുഴക്കത്തിൻ്റെ മക്കൾ. അത്ര ഊർജ്ജസ്വലന്മാരാ. പേരും തോന്നുന്നു. ഞാൻ ഈ സെറ്റപ്പൊക്കെ ഇങ്ങനെ കണ്ടു. ഈ പണിയെടുക്കാത്തവനെ കാണുമ്പോഴേ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പണിയെടുത്ത ശീലമുള്ള ആളാണ്. ചിലപ്പോൾ ആൾ പറയില്ലേ,
ഞങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് പറയും വാർക്കപ്പണിക്ക് പോടാ. എന്തേ വാർക്കപ്പണി മോശമാണോ? പണി മോശമാണോ? ഒരു ജോലിയും മോശമല്ലെന്നേ. എന്താ പണിയാൻ മോശമാണോ? ഇതിലൊക്കെ കെട്ടണം. ഇപ്പോൾ എന്നുള്ള ഈ ചെയ്യുന്ന പണി ഒത്തില്ല എന്ന് കണ്ടാൽ നമ്മളിറങ്ങിയ പണി അതിന് മടിയൊന്നുമില്ല. മക്കളെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അല്ല, ഉടുപ്പ് ചെളിയാകാതെ നടന്നാലേ ആളെ കണ്ടാൽ നല്ല ഗ്ലാമറായിരിക്കും, പക്ഷേ അവനെ കൊണ്ട് ആർക്കും പ്രയോജനമില്ലെന്ന്. ഒരു പ്രയോജനമില്ല. ഇന്ന് ചിലരൊന്ന് പ്രയോജനപ്പെടാൻ തയ്യാറാകുന്നേ. ചില വന്നെല്ലാം കണ്ടേച്ചു പറയും ഇതാരാ ചെയ്തു വെച്ചേക്കുന്നത്, ഇയാളങ്ങ് വൃത്തിയാക്കുക. എന്തിനാരോടോ ചോദിക്കുന്നത്? കസേരക്കാരാ ഇങ്ങനെ ഇട്ടേ, ചേട്ടാ എടുത്തങ്ങ് ഇട്, അടുക്കി ഇട്, വൃത്തിയാക്കി ഇട്. ഇതാരോടാ പറയുന്നത്? അപ്പം ഈ ഊർജ്ജസ്വലരായ 2 കുട്ടികളെ കൂടെ കൂട്ടി. ഈ കൂട്ടൊരു കരുത്തരുണ്ടായിരുന്നു. അപ്പുറത്ത് പിന്നെ വന്ന പത്രോസേ, ഇവരും ഊർജ്ജസ്വലനാണ്. കർത്താവ് അവരെയൊക്കെ പിടിച്ച് കൂടെ കൂട്ടി. അല്പം കഴിഞ്ഞു യേശു കർത്താവ് മരിക്കും. അതിന് തൊട്ട് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് നാട്ടിൽ. ആ പ്രശ്നങ്ങൾക്കൊടുവിൽ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോവാ. ഒരു കാര്യം ശ്രദ്ധിക്കണം, പണ്ടൊപ്പം നിന്ന ഒറ്റ മനുഷ്യനെ കൂടെ കാണുന്നില്ല. പ്രതിജ്ഞയെടുത്ത് വന്ന ആരെയും കൂടെ കാണാതിരിക്കവേ ഈ നെഞ്ചകം ചേർന്ന് കിടന്ന പാവം ചെറുപ്പക്കാരൻ ഒറ്റക്കൊരുത്തൻ ആ ക്രൂശിൻ്റെ മുമ്പിൽ വന്നു നിന്നു. കുറെ പാവം സഹോദരിമാരുണ്ട്, സ്ത്രീകൾ. അത്തരം പാവങ്ങൾ ചേർന്ന് പടുത്തുയർത്തിയ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പേരാ ക്രിസ്തീയ വിശ്വാസം. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ യാതൊരു തരത്തിലും താല്പര്യമില്ലാത്ത ചങ്കുറപ്പിന്റെ പേരാ ക്രിസ്തീയ വിശ്വാസം. ആ ധൈര്യം എവിടെ നിന്നെങ്കിലും പൈതൃകമായി പ്രാപിച്ചതല്ല. നിന്നെ വിട്ടു പോരാൻ കഴിയാത്ത വിധം സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിന്നോട് പറ്റിയിരിക്കുന്ന ക്രിസ്തു ആ കരം കൊണ്ട് അപ്പം മേടിച്ച് ഭക്ഷിക്കാൻ മാത്രമല്ല എൻ്റെ ആഗ്രഹം, മറിച്ചേ ആ കരത്തിലേക്ക് ആണിയടിച്ച് രക്തം ചിന്തുമ്പോഴും നിന്നെ വിട്ടുപോകാൻ ഇടവരാത്ത വിധത്തിൽ നിന്റെ ക്രൂശോട് ചേർത്ത് ഞാൻ എന്നെയും സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഉജ്ജ്വലമായ സമർപ്പണത്തിന്റെ പേരാ ക്രിസ്തീയ വിശ്വാസം. അതിനാളും ആരവവും വേണ്ട, അർത്ഥവും അമ്പാരിയും ബഹളവും വേണ്ട, മറിച്ചേ നിനക്കൊപ്പം നിൽക്കാൻ ഉലകത്തിൽ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ മഹത്തരമായ ക്രൂശിനെ ഘോഷിക്കാൻ എനിക്ക് മടിയില്ല എന്ന് വിളിച്ചു പറയുന്ന വിളംബരത്തിന്റെ പേരാ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വിളംബരത്തിന് നെഞ്ചും നെറ്റിയും കൂടെ തിറങ്ങാൻ കെൽപ്പുള്ള ചില യുവതീ-യുവാക്കന്മാരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധമാവ് തിരയുന്നു. അവരാണ് വരും കാലഘട്ടത്തിന്റെ വാഗ്ദത്തം. നിനക്ക് വേണ്ടി മരണം വരിക്കേണ്ടി വന്നാലും പിന്തിരിഞ്ഞോടാൻ മനസ്സില്ലാത്ത ആത്മസമർപ്പണത്തോടെ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കുമെന്നുള്ള പ്രതിജ്ഞാബദ്ധതയോടെ നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ ഇന്ന് രാത്രി സമർപ്പണം ചെയ്യാം. അങ്ങനെ ഒരു മനുഷ്യനെഴുതിയ സുവിശേഷത്തിന്റെ പേരാ യോഹന്നാന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ മോശ കണ്ടെത്തിയ ദർശനങ്ങൾക്കും അപ്പുറത്തേക്ക് യോഹന്നാൻ ഇറങ്ങി പറയുക, ഉൽപ്പത്തിക്ക് ഒത്തിരി പുറകിലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഇനിയും മറ്റൊന്നുകൂടിയുണ്ട്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് കാഹളം ധ്വനിക്കും, കർത്താവ് വരും, നമ്മളങ്ങ് പോകും. മുമ്പേ പറഞ്ഞ ഡയഗ്രം ഇല്ലേ, അതിൻ്റെ അറ്റം. പക്ഷെ യേശു ആ ചിന്ത മുഴുവൻ അങ്ങ് മാറ്റിമറിച്ചു. നിങ്ങൾക്കറിയോ, നമ്മളിങ്ങനെ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. വിശ്വാസം വരുന്നില്ല. നമ്മൾ പോകുന്ന അങ്ങോട്ടാ, വരുന്നത് ഭൂതകാലത്തിലേക്കാണ്. പക്ഷേ ഉപദേശി ആകെ ചിന്താ കുഴപ്പമുണ്ടാക്കുക എന്നാണ് ധരിക്കുന്നില്ലേ? പറയാം, വായിക്കണ്ട. യോഹന്നാന്റെ സുവിശേഷം 17:5 പറയുക, പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് നീ എന്നെ കൈക്കൊള്ളണമേ. ലോകാരംഭത്തിന് മുമ്പ് ഞാൻ എവിടായിരുന്നോ അവിടെ, ഞാനിരിക്കുന്ന ഇടമായ ഉയരത്തിൽ പിതാവിൻ്റെ മുഖമയുടെ വലത്തുഭാഗത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് തന്നെ. അപ്പോൾ യാത്ര എങ്ങോട്ടാ? ഇങ്ങോട്ടാന്ന്. ഇങ്ങോട്ടല്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ നോക്കുമോ? കഴിയില്ല.
നമുക്ക് ഇങ്ങോട്ടേ പോകാൻ പറ്റും, പക്ഷെ ചെല്ലുന്നത് അങ്ങോട്ടാ ഇങ്ങോട്ട്. അതിനൊരു വഴിയുണ്ട്. ഈ ഡയഗ്രം ഒന്ന് മാറ്റി വരയ്ക്കണം, പ്രശ്നം തീർന്നു. ഇതൊരു വൃത്തമാക്കി, ആ വൃത്തത്തിൻ്റെ ഒരു പോയിന്റ് ഇട്ടിട്ട് ആദിയിൽ ഉൽപ്പത്തി 1:1 ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്താൽ നമ്മളിങ്ങെത്തും. എന്തിനാ പറഞ്ഞേ? സമയബന്ധിതനല്ല ദൈവം. അങ്ങനെ ലൂക്കോസിനും മനസ്സിലായി. ഞങ്ങളൊക്കെ മരുന്ന് കൊണ്ടൊരുത്തനെ ഭൂതകാലത്തെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ പ്രവൃത്തി കൊണ്ട് മനുഷ്യരാശിയെ വീണ്ടെടുത്ത് ഇങ്ങ് തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന നിത്യതയിലും പ്രക്രിയ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സംജാതമാകുന്നത്. ഈ കൂടെ ആ വചനത്തിന് മറ്റൊരു പേര് കൂടി യോഹന്നാൻ ഇട്ടു. എന്താണ് ആ പേരെന്നോ? ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പിന്നെയും പറയും ഇരുള് അതിനെ പിടിച്ചടക്കിയില്ല. താഴോട് ഒത്തിരി ഉണ്ട്. സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എൻ്റെ സത്യവെളിച്ചം അല്ലാത്ത വെളിച്ചമുണ്ടോ? ഉണ്ട്. പറയാം. ഈ കാണുന്ന വെളിച്ചം ഒന്നും സത്യമല്ല. കാരണം ഇന്ധനം തീർന്ന് അത് തീർന്നതാ കാര്യം. പിന്നെ നമ്മൾ ഓപ്പറേറ്ററെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 5-6 പേർ ഇറങ്ങി ഓടുക, എണ്ണയൊക്കെ നേരത്തെ മേടിച്ചു കൊടുക്കണം. അവരെ എന്തിനാ കൊടുക്കണം? ഇത് എണ്ണയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെയാ. ഈ വെളിച്ചം എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. എന്തിന്? ഒരു ദിവസം സൂര്യൻ്റെ ഇന്ധനപ്പുരയും എരിഞ്ഞു തീരും. സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി തീരും. ഈ വെളിച്ചമൊക്കെ തോന്നല, യഥാർത്ഥ വെളിച്ചമല്ല. സത്യവെളിച്ചത്തിൻ്റെ ശോഭ കെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതിൻ്റെ ഇന്ധനം എരിഞ്ഞു തീരത്തില്ല. അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. സത്യവെളിച്ചം ചെന്നിടത്തെല്ലാം ഇരുൾ അപ്രസക്തമാകും. അതിൻ്റെ കാരണം പറയാം. ഇന്ന് ലോകത്തിരുളാണോ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇരുളാണ്. വെളിച്ചം ഉണ്ടാക്കേണ്ടതാണ്, ഇരുൾ പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട. ഇരുളുണ്ടോ? ഇരുളാ യാഥാർത്ഥ്യം. ഇരുളാണ് യാഥാർത്ഥ്യം. വെളിച്ചമുണ്ടാക്കണം, ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ പ്രകൃതിദത്തമായ വെളിച്ചമാ സൂര്യൻ, പ്രകൃതിദത്ത വെളിച്ചമാ നക്ഷത്രങ്ങൾ. വെളിച്ചം ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഇരുളാണ് യാഥാർത്ഥ്യം. ഇരുൾ മൂടിക്കിടക്കുന്ന ഈ ഭൂമി, അതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇരുൾ വിഴുങ്ങിയ ഈ ഭൂമിയിലേക്ക് ഇന്ന് വരെ വന്ന സൂര്യനടക്കമുള്ള സകല വെളിച്ചങ്ങളും അപ്രസക്തങ്ങളാണ്. അവയൊരിക്കൽ ഇല്ലായ്മ ഭവിക്കും. അതുകൊണ്ടാ സൂര്യനെ നോക്കി നമസ്കരിച്ചാൽ സൂര്യൻ യഥാർത്ഥ വെളിച്ചമല്ല എന്ന് പറയും. കാരണം സൂര്യൻ നടക്കുന്നത് വലിയ ആറ്റം ബോംബിൻ്റെ പ്രക്രിയയാന്നേ. അതുകൊണ്ടാ നമുക്ക് സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള പല പഠനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സൂര്യഗ്രഹണം വരുമ്പോൾ നേരിട്ട് നോക്കരുത് സൂര്യനെ. കാരണം അൾട്രാ വയലറ്റ് രശ്മികളുടെ ഹാനികരമായ ഇടപെടൽ, ആ തരംഗങ്ങൾ നമുക്ക് രോഗമുണ്ടാക്കും. ഇൻഫ്രാറെഡ് കിരണങ്ങൾ അപകടകരങ്ങളാ. അതുകൊണ്ടാ മേഘക്കുടയുള്ളത്. അപ്പോൾ ഈ സൂര്യനും ഒരു ദിവസം ഈ അതിശക്തമായ സൂര്യനിൽ നടക്കുന്ന രാസപ്രക്രിയ നിമിത്തം ഒരു ദിവസം അപ്രസക്തമാകും. സൂര്യൻ വെളിച്ചം തന്നില്ലെങ്കിൽ ചന്ദ്രന് വെളിച്ചമില്ല, ഭൂമിക്കും വെളിച്ചമില്ല, സകലതും കെട്ടടങ്ങും. ബാബിലോണിലെ ജനങ്ങളെ സൂര്യനെ ദൈവമായി കണ്ടു. അതുകൊണ്ട് ബാൽ എന്നവർ വിളിക്കുന്ന ദേവൻ വാസ്തവത്തിൽ സൂര്യന. ആ സൂര്യനെ നോക്കി പ്രാർത്ഥിച്ചു. ഈജിപ്തിലെ ആളുകളും സൂര്യനെ നോക്കി പ്രാർത്ഥിച്ചു. സൂര്യനായിരുന്നവർക്ക് ദൈവം. അതിനവർക്ക് കാരണമുണ്ട്. ചരാചരങ്ങൾ നിലനിൽക്കാൻ സസ്യമുണ്ടാകണ്ടേ? ആ സസ്യത്തിലല്ലേ നമ്മുടെ ആഹാരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ സൂര്യനില്ല എങ്കിൽ ഈ ചെടി വളരുന്നില്ല, നമുക്ക് ആഹാരം കിട്ടുന്നില്ല. 100 കാരണങ്ങൾ കൊണ്ട് സൂര്യനെ കേന്ദ്രീകരിച്ച ബാൽ ദൈവശാസ്ത്രം അവർ വികസിപ്പിച്ചപ്പോൾ ഈജിപ്തുകാർ അതിന് മറ്റൊരു പേര് പറഞ്ഞു. വിഷയങ്ങളെല്ലാം ഒന്നായിരുന്നു. പക്ഷെ സകലരെ അമ്പരപ്പിച്ചുകൊണ്ട് മോശ മറ്റൊരു കാര്യം പറഞ്ഞു. സൂര്യനല്ല ദൈവം, സൂര്യനെയും സൃഷ്ടിച്ച ആത്യന്തികനായ ഒരു ജനയിതാവുണ്ട്, അതാണ് ദൈവം എന്ന് പറഞ്ഞു. ചരാചരങ്ങളെ മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞു അത് സത്യ ഏക ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതിനെഴുതിയ ഗ്രന്ഥമാ ഉൽപ്പത്തി. അപ്പോഴേ ഇത് അക്ഷരാർത്ഥത്തിൽ നമുക്കിന്ന് വെളിച്ചം കാണാം. പക്ഷേ
ഇത് അമിതമായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ വെളിച്ചത്തിലേക്ക് നേരെ നോക്കിയാൽ ഗുണമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് താങ്ങാനാവാത്തൊരു ശക്തി ഈ വെളിച്ചത്തിലുണ്ടെങ്കിൽ സത്യവെളിച്ചം അങ്ങനല്ല. ആ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. നാളിൻ്റെ ദോഷങ്ങളുണ്ടോ, കാലഘട്ടത്തിൻ്റെ ദോഷങ്ങളുണ്ടോ, വിവാഹ തടസ്സം നിൽക്കുന്ന ചൊവ്വാദോഷങ്ങളുണ്ടോ, അവയെല്ലാം ഒറ്റ പ്രാർത്ഥനയാൽ മാറ്റി ജീവിതം സുഗമമാക്കി തരാൻ കഴിയുന്ന ഒരൊറ്റ ചൈതന്യമ ഉലകത്തിലുള്ളൂ. അതാണ് ദൈവമെങ്കിൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. ആ വാക്യം ആര് വിശ്വസിക്കും? അവരെ വിട്ട് ഇരുട്ടിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. കാർത്തികയുടെ ബന്ധനങ്ങൾ, മകയിരത്തിന്റെ ബന്ധനങ്ങൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ആഭിചാരത്തിന്റെ ക്രിയ, അതിനെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് അകറ്റി ജീവിതത്തിന് സമ്പൂർണമായ ഏകീകരണം നൽകാൻ കെൽപ്പുള്ള ഉജ്ജ്വല സന്ദേശത്തിന്റെ പേരാണ് സുവിശേഷം. കാരണം ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം തന്നെ സത്യദൈവത്തിന്റെ ഇടപെടലാണെങ്കിൽ ആ സത്യേക ദൈവം വെളിച്ചമായി, ചൈതന്യമായി, ജീവനായി ഇന്ന് നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ വെളിച്ചത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. കർത്താവിന്റെ വചനം പറയുക, അനീതികളെല്ലാ തിന്മയും ഇരുട്ടിൽ നടക്കുന്നു. അതാ കള്ളന്മാർ ഇരുട്ടിനെ സ്നേഹിക്കുന്നത്, പകൽ വെളിച്ചത്തിലല്ല. ഇരുട്ടാണ് അവർക്കിഷ്ടം. തിന്മകൾ അവിടെ കണ്ടില്ല. ഗോവിന്ദജാമി പകലിലല്ല പോയെ, പകൽ അവനെ പിടിച്ചു, രാത്രി അവൻ തടവ് ചാടിയതാണെന്നോ എടുത്തുകൊണ്ട് പോയതാണെന്നോ നമുക്കറിയില്ല. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഈ സംശയങ്ങളുടെ പുറകെ പോയി നേരം കളയാനില്ല. ഒരു കാര്യം റിയാലിറ്റി, അവൻ ചാടി എന്നുള്ള ഒരു സത്യം, അവനെ പിടിച്ചു എന്നുള്ളൊരു സത്യം അല്ലേ? അവനൊന്ന് രക്ഷപ്പെട്ടു, നമുക്കത് കൂടുതൽ അറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. അവൻ രാത്രിയാ തിരഞ്ഞെടുത്ത ഇരുട്ടെ, ഉറ്റാക്കുറ്റിരുട്ടില കള്ളന് പ്രവേശിക്കാൻ കഴിയുന്ന സത്യവെളിച്ചം ഉണ്ട്. അതാ ക്യാമറയുടെ വെളിച്ചമോ, പോലീസിൻ്റെ കണ്ണിൻ്റെ വെളിച്ചമോ, നിരീക്ഷകൻ്റെ വാടോ അല്ലാത്തൊരു വെളിച്ചമുണ്ട്. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലെന്ന്, അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഹല്ലേലൂയ. അവന് വെളിവായി വരുന്നത് സകല വസ്തുതയും എന്ന ഓർമ്മ ഇവിടെ ആനന്ദം വർദ്ധിപ്പിക്കട്ടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ. ഞാൻ ക്രമേണ പറയാം. നമ്മുടെ രാജ്യത്ത് ഇന്നിപ്പോൾ ഞാൻ പോരുമ്പോൾ നിങ്ങളെല്ലാം അറിയുന്നൊരു വാർത്തയുണ്ട്. ഞാൻ കുറേ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രീതി മേരി എന്നും വന്ദന ഫ്രാൻസിസ് എന്നും വിളിക്കുന്ന രണ്ട് സഹോദരിമാർ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രണ്ട് കുറ്റാണ്. ഒന്ന് മതപരിവർത്തനം നടത്തി, രണ്ടാമത്തെ കുറ്റം മനുഷ്യക്കടത്ത് നടത്തി. നിങ്ങൾ ഉപദേശപരമായോ ചിന്താപരമായോ ഈ കന്യാസ്ത്രീമാരോടോ അവരുടെ പഠനങ്ങളോടോ സിസ്റ്റത്തോടോ യോജിക്കാത്തവരാകും. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണ്ടേ, അവർ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലോ വീട്ടിൽ പട്ടിണിയായതിൻ്റെ പേരിലോ തിരഞ്ഞെടുത്തല്ല ഈ വഴി. കത്തോലിക്ക സഭ നിർബന്ധിച്ചാക്കിയതല്ല, അവരെ വീട്ടുകാരെ നിർബന്ധിച്ചതല്ല, സ്വന്തം മനസ്സോടെ. ഹൈലി എഡ്യൂക്കേറ്റഡാ കുട്ടികൾ, സഹോദരിമാർ രണ്ടും. വളരെ വർഷങ്ങളിലെ ത്യാഗമുണ്ട്. അവർക്കൊപ്പം പഠിക്കാൻ പോയ 10-100 പേരിൽ നിന്ന് പകുതി ആളുകളും വിട്ടുപിരിഞ്ഞിട്ടും അവരുടേതായ ശരിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു നിൽക്കുന്ന ഇവരുടെ ജോലി എന്താണെന്ന് അറിയണ്ടേ? അവർ തിരഞ്ഞെടുക്കുന്നത് കുഷ്ഠരോഗികളുടെ ചേരിയായിരിക്കും, ആദിവാസികളുടെ ഗ്രാമമായിരിക്കും, നിരക്ഷരരുടെ മേഖലയായിരിക്കും. ഇവിടെ പോയി മാസശമ്പളം കൈപ്പറ്റാതെ അവരുടെ സേവനം കംപ്ലീറ്റ് അർപ്പിക്കുന്ന തൊഴിലത്. മനസ്സിലായോ? അവർക്ക് ഈ മനുഷ്യക്കടത്ത് കടത്തി ജീവിക്കേണ്ട ഗതികേടൊന്നുള്ളവരല്ല. അത്തരം കുടുംബങ്ങളില്ല. ചരിത്രം പഠിക്കണം. മനസ്സിലായില്ലേ? ഇതിന് നാൾക്കപ്പുറത്ത് സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു പുരോഹിതനോട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ദീർഘനാളിലെ ജയിൽവാസം, ചായ കുടിക്കാൻ വയ്യ, കാരണം പാർക്കിൻസൺസ് രോഗം വന്നിട്ട് കൈവിറയ്ക്കും. അദ്ദേഹത്തെ കണ്ട് ഇവിടെ നിന്ന് പോയ ആളുകൾ ചോദിച്ചു, ഫാദർ സ്റ്റാൻ സ്വാമി. അദ്ദേഹം പറഞ്ഞ സന്തോഷമാണ്, കാരണം അപ്പോസ്തലന്മാർ ഇങ്ങനെയൊക്കെ കിടന്നല്ലോ, ഒരു നിരാശയില്ല, എന്തെങ്കിലും ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, പറ്റുമെങ്കിലൊരു ഉപകാരം. എന്താ? എനിക്ക്
ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ കയ്യിലെടുത്ത കൈ വിറയ്ക്കും, വെള്ളം കുടിക്കാൻ വയ്യ. ഒരു സ്ട്രോ കിട്ടിയാൽ കൊള്ളാം. വെള്ളം കുടിക്കാനുള്ള ആ സ്ട്രോ പോലും നിഷേധിച്ചു. ആ പൊട്ടിപ്പൊളിഞ്ഞ ജയിലിൽ കിടന്ന് ആ മനുഷ്യൻ ഇഹലോകവാസം പിടിഞ്ഞു. ഇങ്ങനെ ഒന്നും രണ്ടും പേരല്ല, 100 കണക്കിന് ആളുകൾ ഇന്ത്യയിലെ ജയിലിൽ കിടപ്പുണ്ടേ, 100 കണക്കിന്. എനിക്കിതിൽ നിരാശയുള്ള ആളല്ല, എനിക്കിതൊരു ആവേശമാണ്. ഞാൻ നിങ്ങളിൽ ചെല്ലെ കൂടി അവിടെ കിടത്താനുള്ള പണിയാണ് നോക്കുന്നത്. അങ്ങനെ സന്തോഷമുള്ളവരെ ക്രിസ്ത്യജീവിതം തിരഞ്ഞെടുക്കാവൂ, അതാ പറഞ്ഞേ. നമുക്കവിടെ കിടക്കാൻ പറ്റാതെ പോയത് നമ്മൾ അത്ര യോഗ്യരല്ലാത്തതുകൊണ്ടാണെന്ന് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ. ദൈവത്തിന് ഏറെ വിശുദ്ധരെ വേണമായിരിക്കും. അതുകൊണ്ടാണ് ഗ്രഹാസ്റ്റൈൽസിനെ പോലെ ഒരു കുറ്റവും ചെയ്യാത്ത തിമത്തി, എസ്തേർ ഇവരെപ്പോലുള്ള ആളുകളെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തിയത്. ആമേൻ. പക്ഷെ ഒരു കാര്യം കൂടി പഠിക്കണം. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരോടൊന്നും എനിക്കൊരു വിരോധവും വൈരാഗ്യമുള്ള ആളല്ല. വിയോജിപ്പാ എഴുതുന്ന കേട്ടോ, വൈരാഗ്യമല്ല, ആരോടുമില്ല. എന്താ കാര്യം? ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വിദേശികൾ വന്നു. പലതരം വിദേശികൾ ഇവിടെ വന്നിട്ടുണ്ട്. പലതരം ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാൻ ചരിത്രത്തിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദധാരിയാണ്, ഫിലോസഫിയിലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യമൊക്കെ ആധികാരികമാണ്, ചുമ്മാ പറയില്ല. കൃത്യമായ പഠനം നടത്തിയിട്ടാണ് പറയുന്നത്. ക്ഷമിക്കണം, എനിക്കിതൊക്കെ പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല. ആധികാരികമല്ലാത്ത ഒന്നും പറയാറില്ല, അതുകൊണ്ടാണ്. ശ്രദ്ധിക്കണം. ബഹുമാനിരി, പലതരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടുണ്ട്. ഡച്ചുകാരുടെ, പോർച്ചുഗീസുകാർ വന്നു. ഒടുവിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600-കൾക്കൊടുവിൽ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖ മുഗൾ രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവിനെ തോൽപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു. ബംഗാൾ വഴിയാണ് കയറി വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ കേൾക്കണോ? 600-ൽ പരം നാട്ടുരാജ്യങ്ങളാണ്, കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, പല പേരുകൾ അറിയപ്പെട്ട, പ്രത്യേകിച്ചൊരു നിയമവുമില്ലാത്ത, സഹകരണം പ്രത്യേകിച്ചില്ലാത്ത, തമ്മിലടിക്കുന്ന 600-ൽ പരം രാജാക്കന്മാർ. ഈ രാജാക്കന്മാരാരും ഈ രാജ്യത്തിലെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഭരിച്ചവരല്ല. ആണെങ്കിൽ നമുക്ക് ദൂരേക്ക് പോകണ്ട. തിരുവിതാംകൂർ രാജാക്കന്മാരെ 108 വിധ കരമാണ് പിടിച്ചത്. 108 തരം കരം, 108 തരം കരം. ആ കരങ്ങളുടെ പലതിൻ്റെയും പേര് മനുഷ്യസമക്ഷം പറഞ്ഞുകൂടാ. ഏഴ, കോഴ, തപ്പ്, ചുങ്കം, അംഗം കരങ്ങളുടെ പേരാണ്. അത് ചില കരങ്ങളുടെ പേര് പറയാൻ കൊള്ളൂല, ഞാനത് സെൻസർ ചെയ്ത് പറയാം. അമ്മ മാറ് മറയ്ക്കുന്നതിന് കരമടയ്ക്കണം, മുടി മുറിക്കുന്നതിന് കരമടയ്ക്കണം, മുടി വളർത്തുന്നതിന് കരമടയ്ക്കണം. തലക്കരം, മുലക്കരം, കൊടിക്കരം, നടക്കരം, 108 തരം കരം. റോഡില്ല. റോഡില്ലാത്തതിൻ്റെ കാരണം അറിയാവോ? വണ്ടിയില്ല. വണ്ടിയില്ലേ പിന്നെ എന്തിനു റോഡ്? തന്നെയല്ല, റോഡിൻ്റെ ആവശ്യമില്ല. കേണൽ മൺറോ വന്നിട്ട് തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയെ കണ്ടിട്ട് പറയുന്നുണ്ടേ, നമുക്കേ ഈ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരു വലിയ റോഡ് വെട്ടിയല്ലോ. രാജാവ് പറഞ്ഞു, 18 വർഷത്തിനൊരിക്കുന്ന 12 വർഷത്തിനൊരിക്കൽ നടക്കുന്ന മുറജപം എന്നൊരാഘോഷമുണ്ടേ. പരദേശി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി സദ്യ കൊടുക്കുന്ന ഏർപ്പാടാ. അതിന് പാൽപായസം വേണം, അതിന് പലതരത്തിൽ അടപ്രഥമം വേണം. 1-2 പേരിൽ ആയിരക്കണക്കിന് ആളുകൾ മാസങ്ങളോളം വന്ന് താമസിക്കും. ഇതിനൊക്കെ ചെലവില്ലേ? കൂടാതെ ഹിരണ്യഗർഭം എന്നൊരു പരിപാടിയുണ്ട്. എന്താ ഹിരണ്യഗർഭം? ബ്രാഹ്മണ്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പശുവിനെ, ആ പശുവിൻ്റെ ഉദരത്തിലൂടെ കടന്ന് വായിലൂടെ ഇറങ്ങി വന്ന് നമ്മളും ബ്രാഹ്മണരാകുന്നു. പക്ഷെ ആ ചെലവ് നമ്മൾ വഹിക്കണമെന്ന് പശുവിൻ്റെ. എന്തൊരു കാര്യമാണ്! ആർക്കും ബ്രാഹ്മണനാകാം.
അങ്ങനൊക്കെ ബ്രാഹ്മണനായ ചരിത്രമുണ്ട്. എത്ര പേർക്ക് പറ്റുമെന്ന് ആലോചിക്കുക. ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. അത് ഭയങ്കര കോടികളുടെ ആസ്തിയാണ്. ഈ നികുതി പണം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് ഇതൊക്കെ. എന്നിട്ട് ചിലർ പാടിക്കേൽപ്പിക്കുക. ഇന്ത്യ എല്ലാത്തരം ആളുകളെ സ്വീകരിച്ച മഹത്തായ സംസ്കാരത്തിൻ്റെ പൈതൃകമുള്ള തലവാ. ഒരു പാട്ടും പാടിക്കേൽപ്പിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു. കുട്ടികൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മുതിർന്നവരും കേട്ട് കാണും. ഞാൻ പ്രസംഗിക്കുന്നൊരു വേദിയിൽ നമ്മുടെ പി ജെ കുര്യൻ സാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം വരട്ടെ. കേട്ടാൽ കൊള്ളാം, പക്ഷേ അതിൻ്റെ ബാക്കി ശ്ലോകം പലരും പാടാറില്ല. ഞാൻ പറഞ്ഞു, സാറെങ്കിലും കുറഞ്ഞ പക്ഷത്ത് പറയരുത്, ബാക്കി ശ്ലോകം കൂടെ ഞാൻ പാടാം. സ്വസ്യ പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. ലാശത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ അതില്ല. ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം. പശുവിനും ബ്രാഹ്മണനും സുഖമെങ്കിൽ ലോകത്തിനും സുഖം. അതിനല്ലേ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ആംബുലൻസ് ഒക്കെ ഉണ്ടാക്കി പശുവിനെ കയറ്റി വിട്ടിട്ട് മനുഷ്യനെ ശവശരീരം സൈക്കിളെ വെച്ച് ചവിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോകാൻ സൈക്കിളിൻ്റെ പിന്നിലെത്തി ചവിട്ടുന്ന രാജ്യത്ത് പശുവിന് ആംബുലൻസ്. BBC-യുടെ ഒക്കെ വാർത്ത ചെയ്യുന്ന റിപ്പോർട്ടർമാർ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുക. നമ്മുടെ ആ വിഡിത്ത്. എന്നിട്ട് പറയാം, ഇത് മഹത്താണ്. ആയിക്കോട്ടെ, എനിക്കിത് മഹത്തായിട്ടൊന്നും തോന്നില്ല. ഉപദേശി എന്തിനാ വിമർശിക്കുന്നത്? എൻ്റെയും കൂടെ നികുതിപ്പണം ഉണ്ട്, അതുകൊണ്ട് അതിന് തിരിച്ചു തന്നാൽ എനിക്ക് വിഷയമില്ല. എനിക്ക് 15 ലക്ഷമൊന്നും വേണ്ട. നികുതിപ്പണം തിരിച്ചു തന്നാൽ ഞാൻ വിമർശനം നിർത്തിക്കൊള്ളാം. അതുകൊണ്ടാണ് എൻ്റെ നികുതിപ്പണം പറ്റുമെങ്കിൽ പൗരൻ എന്ന നിലയിൽ ഞാൻ പറയുന്ന അഭിപ്രായം കേൾക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. കാരണം ഞാൻ ഈ രാജ്യത്തിലെ പൗരനാണ്, പ്രജയല്ല. പ്രജയാക്കാനൊക്കെ ചില ശ്രമിക്കുന്നുണ്ട്. നോ പ്രജ, പൗരനാണ്. മനസ്സിലായില്ലേ? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 25 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ എന്തിനുള്ള? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം 19 ഒക്കെ വായിച്ചു നോക്കണം. അതിൻ്റെ രാജ്യം ഇത്. കേണൽ മൺറോ പറഞ്ഞു, മഹാരാജാവെ അനുമതി തന്നാൽ മതി, ഞാൻ വെട്ടിക്കോളാം. അതെന്താ, നിങ്ങൾ വെട്ടുന്നതിന് കുഴപ്പമില്ല. മൺറോ എന്ത് ചെയ്യുന്ന അറിയണ്ടേ? സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കി, ചെറിയ ചെറിയ സ്വർണ്ണ നാണയം. ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, കൂലിക്ക് പണിക്ക് വരണം. ജീവിതത്തിൽ ആദ്യം അടിമകൾ കൂലി കാണുന്നത് കേണൽ മൺറോ ഭരിക്കുമ്പോഴാണ്. കൂലി അതുവരെ ഊഴിയ വേലയാണ്. ഊഴിയ വേല എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനുള്ള പണം. ഈഴവർ, യാദവർ, നാടാർ, പുലയർ, വലയർ, മലയർ, പറയർ, ഈ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ കൂലി കണ്ടതേ, പൈസ കണ്ടത് കേണൽ മൺറോ വന്ന ശേഷമാണ്. എന്നോടൊരാൾ ചോദിച്ചു, ഇതെന്തിനാ ഈ ജാതിയല്ല ഇങ്ങനെ? ഇത് ഞാൻ ഉണ്ടാക്കിയതാ, ഇതിന് വേറെന്തെങ്കിലും പറഞ്ഞുകൂടാ? അതിപ്പോൾ ഞാൻ പറഞ്ഞ്, ഈ മൂർഖനെ കയറി തത്തമ്മയെന്ന് വിളിക്കാനോ പേടിയാന്നും പറഞ്ഞു. ഞാനല്ല ഉണ്ടാക്കിയത്, ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയാ. എന്നിട്ട് പറയാം അതിൽ അഭിമാനിക്കണമെന്ന്. എനിക്ക് തൽക്കാലം അഭിമാനിക്കാൻ മനസ്സില്ല. ഈ പണം അങ്ങോട്ട് കൊടുക്കും. ഇവർ പണിയെടുത്തു, വൈകിട്ട് പോകാൻ നേരം കാശ് കണ്ടപ്പോൾ ഈ ക്യാഷും കൊണ്ട് ചാല കമ്പോളത്തിലേക്ക് ചാടി. ചാലക്കമ്പോളത്തിലെ കച്ചവടക്കാർക്ക് ഈ വന്നിരിക്കുന്ന ആളുകളുടെ വേഷവും പോയി. ഇതെല്ലാം കണ്ടപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വന്നെങ്കിലും ക്യാഷിൻ്റെ മുമ്പിൽ എന്ത് അടിമത്തം, എന്ത് വിവേചനം. കാശ് കിട്ടിയപ്പോൾ അവനവിടെ പലവ്യഞ്ജനങ്ങളെല്ലാം വിറ്റു. അല്പം കഴിഞ്ഞ് തലേപ്പാവ് കെട്ടിയ മാടമ്പിമാർ രംഗത്തേക്ക് ഇറങ്ങി. 16 തരം മാടമ്പിമാരെ അണിനിരത്തിക്കൊണ്ട് കൊമ്പം മീശ വിരിച്ച് തലപ്പാവ് വെച്ച് കവാത്ത് നടത്തിയ അടി തുടങ്ങി. തിരിച്ചു അടിച്ചു. ഇതിൻ്റെ പേരാ ചാന്നാർ ലഹള. ചാന്നാർ ലഹളയ്ക്ക് പിന്നെയും ബാക്കിയുണ്ടേ, പക്ഷെ ആ പേര് തന്നെ തെറ്റാ. അങ്ങനെ ചാന്നാർ ലഹളയാന്ന് പറയാം. അപ്പം ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുക, അത് രാജ്യം എനിക്ക് തരുന്ന പൗരാവകാശമാണ്. നിങ്ങൾ കുറേ പേര് എന്നെ വളഞ്ഞു നിന്ന് അടിച്ചാൽ അനിൽക്കുടത്തോടുന്നൊരു ലഹളയെന്നാണോ പറയേണ്ടത്, നിങ്ങളുടെ ലഹളയെന്നാണോ പറയേണ്ടത്? മനസ്സിലായോ? പിടിയിട്ടില്ല. പാവം എന്നെ നിങ്ങളെല്ലാടെ വട്ടം നിന്നടിച്ചാൽ എൻ്റെ ലഹളയെന്നാണോ പറയേണ്ടത്, നിങ്ങളുടെ ലഹളയെന്നാണോ? എന്താ ഈ മാടമ്പിമാരുടെ പേര് പറയാൻ ചരിത്രകാരന്മാർ അറയ്ക്കുന്നേ? അത് മാടമ്പി ലഹളയല്ലേ. ആ മാടമ്പി ലഹള എങ്ങനെ പുലയ ലഹളയാകും, ചാന്നാർ ലഹളയാകും,
അതെങ്ങനെ ഇങ്ങനെ ആകും? ഒരു പിടിയില്ല. അതൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ച ചരിത്രമേ. അതൊക്കെ നമുക്ക് തിരുത്തണം. തിരുത്തിയില്ല, തിരുത്തിക്കും. പിന്നെ അതിനുള്ള വൈജ്ഞാനികമായ ആർജവം നേടിയ ഒരു പുതുതലമുറയുടെ ആ പ്രതിഷേധ സ്വരം എനിക്കിന്ന് രാത്രി ഇവിടെ കേൾക്കാം. ഹല്ലേലൂയ. ആ, ഇരുളിലിരുന്ന ജനം വെളിച്ചം കണ്ട കഥ പറയാച്ചാ ശ്രദ്ധിച്ചിരുന്നാട്ട്. ശ്രദ്ധിക്കുന്നുണ്ടാ? ആ, അപ്പോ ഈ അടിയെല്ലാം കഴിഞ്ഞു, തിരിച്ചു അടിച്ചു. അടി വന്നു കഴിഞ്ഞാൽ പിന്നെ നോട്ടമുണ്ടോ? അവസാനം ഈ കക്ഷികളില്ലാതെ വെള്ളം അടിച്ചു. കാരണം കാശ് അതുപോലെ ഉണ്ടെന്ന്. വെള്ളമടിച്ച് കൊട്ടാരത്തിന് മുമ്പിലൊക്കെ കൂടി രാജാവിനെ പൂരത്തെറി കണ്ടോ. വെള്ളമടിച്ചപ്പോൾ ഒരു ധൈര്യവും വന്ന് ആ കൂടെ ഇന്നലെ വരെ തമ്പുരാനെന്ന് പറയുന്ന പാർട്ടികൾ മാർത്താണ്ഡവർമ്മയെ തെറി. എന്തെല്ലാം പുകില ഇവിടെ നടന്നേ, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നേ. ആ ആക്കത്തിന് വെട്ടിയ റോഡിൻ്റെ പേരാണ് നാഷണൽ ഹൈവേ. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ആ, അതിന് നമ്മൾ നടുക്ക് കുമ്മായം കലക്കി വരയിട്ട് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് എന്തൊക്കെ ചെയ്യുന്നു നോക്കിയാൽ മതി. അപ്പം ഞാൻ നീട്ടുന്നില്ല, അത് പറഞ്ഞു. അപ്പം ഈ ഇങ്ങനെ വന്ന രാജാക്കന്മാർ തമ്മിലടിക്കും കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങ് വന്നു. അപ്പോൾ ഒരു രാജാവ് തോൽക്കും എന്നറിഞ്ഞാൽ മറ്റേ രാജാവ് ചെയ്യുന്ന പണി, തോൽവി ഉറപ്പിച്ചവൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൂട്ടുവിളിക്കും. എന്നിട്ട് പറയാണ്ട് അവനിട്ട് അടിക്കണം. കാരണം അതിനു മുമ്പുള്ള പണി എന്താ അറിയണ്ടേ? ഒടിയൻ വിദ്യ, പ്ലാത്തി വിദ്യ, കുറേ തരം മന്ത്രവാദം. ഈ വിദ്യയല്ല സായിപ്പിന് നേരെ പ്രയോഗിച്ചു. അമ്മാരും മൈൻഡ് ചെയ്യുന്നില്ല. സായിപ്പിന് എന്ത് മന്ത്രവാദം? മനസ്സിലായില്ലേ? അതിലും രസകരമായ കാര്യമുണ്ടേ. ഞാൻ രാഹുലീശ്വരോടൊരു സംവാദത്തിൽ നേരിട്ട് ചോദിച്ചാണ്. എന്താ കാര്യം? ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തന വിരുദ്ധതയാവില്ലേ. നമ്മുടെ രാജ്യത്തിലെ പടയാളികൾ കൃത്യമായി ചിട്ടയനുസരിച്ച യുദ്ധം. മറുവശത്ത് നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാർ നീക്കുക. അപ്പം ഈ പട്ടാളക്കാർ ചുമ്മാ ഒരു ദിവസം പാരച്യൂട്ടിൽ ഇറങ്ങിയതല്ലെന്നേ. അടുത്ത രാജാവ് വിളിച്ചു കൊടുത്ത ഈ സ്ഥലവും സൗകര്യമല്ല. എന്നിട്ട് പറയാം ഉദാരത കൊണ്ട് വന്നാ നല്ലെന്നേ, വിറ്റ് തുലയ്ക്കാൻ വന്നാ. ഈ രാജ്യത്തെ വിറ്റ് തുലച്ച ആരാ? നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ പഠിക്കുക, ചരിത്രം പഠിക്കുക. ഞാനിത് 102 പരം വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ, എൻ്റെ യാത്രയെല്ലാം തനിച്ച. ഇന്ന് ഒരു കൂട്ടുകാരനെ കിട്ടിയ വളരെ നാൾ കൂടി. ഇനി മുമ്പ് ഇഹലോകം വിട്ടുപോയാലും വീഡിയോ തുരുതുര പല രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങും. മനസ്സിലായില്ലേ? പലയിടത്ത് കിടപ്പുണ്ട് സോഫ്റ്റ്വെയർ, പലയിടത്ത് കൊണ്ട് നമ്മളിതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വേണ്ടത് കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ടെന്ന് കർത്താവ് പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ടുണ്ട്. ചാത്താലും ഇത് ഓടിക്കോളും. പിന്നെ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. മനസ്സിലായില്ലേ? സന്തോഷമുണ്ടോ? ആ, ശ്രദ്ധിച്ച്. അപ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ രാജ്യത്തിലെ ചില രാജാക്കന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് എതിർത്തു. സത്യ ഇവിടെ വേണ്ട എന്നെല്ലാം പറഞ്ഞു. അതിന് പട്ടാളക്കാരാക്കി വെച്ചു. അല്ല കൊമ്പം മീശ. അന്നത്തെ പട്ടാളക്കാരെ പറ്റി പറയാനുണ്ട് കേട്ടോ. കൊമ്പം മീശ, നല്ല തലപ്പാവ്. പക്ഷെ ഈ വസ്ത്രം വേണ്ടെടുത്ത് ഒരു 4-5 വസ്ത്രമേ ഉള്ളൂ. ഈ നാണമെല്ലാം തലയിലായിരുന്നു. ഇതായിരുന്നു സൈനിക വേഷം. മോശക്കാരല്ല, 16 പേരെ ഒരുത്തിന് അടിക്ക് താഴെ ഇടും. അത്ര വിദ്യയാണ്. അടിക്ക് തന്നെ മര്യാദയുള്ള അടിയാണ്. കാരണം എന്താണെന്നറിയണ്ടേ? എതിരാളിയെ വണങ്ങും, ആകാശഭൂമികളെ വണങ്ങും, ഗുരുവിനെ ഓർക്കും, മാതാവിനെ ഓർക്കും, പിതാവിനെ ഓർക്കും. നല്ല അന്തസ്സുള്ള യുദ്ധം, അയുമൊന്നുമല്ല. അപ്പോൾ എതിരാളിയെ വണങ്ങുന്നു. പിന്നെ ഇനി കുറേ തീറിയൊക്കെ ഉണ്ട്. മുൻകാലി വെക്കുക, വലതുകാലി വെക്കുക, ഇടതുകാലി വെക്കുക എന്ന് പറഞ്ഞ തീറിയൊക്കെ ഉണ്ട്. എനിക്കതൊന്നും അറിയത്തില്ല. പറയാനറിയാൻ, ചെയ്യാൻ അറിയത്തില്ല. ഉണ്ടാ ഒടുക്കം അല്ല, ഈ പറയുന്നതനുസരിച്ച് ചെയ്യാൻ നോക്കിയാൽ അതെല്ലാം പരാജയപ്പെട്ടു പോകണ്ട. അവിടേക്ക് എന്നിട്ട് സിംഹവടിവിൽ നിവർന്ന്, ഗജവടിവിൽ നിവർന്ന്, സിംഹവടിവിൽ അമർന്ന്, സിംഹത്തഞ്ചം പിടിച്ച്, സിംഹം ആക്രമിക്കാൻ നിൽക്കുന്നില്ല, നിന്ന് നിവർന്ന് എതിരാളുടെ നേരെ ചാടി വീഴണമെന്ന്. അപ്പോൾ ബ്രിട്ടീഷുകാർ അപ്പുറത്ത് നിൽക്കുന്നു, നമ്മുടെ ആൾക്കാർ ഇപ്പുറത്ത് നിൽക്കുന്നു. ഗജവടിവിൽ നിവർന്നു, സിംഹത്തഞ്ചം പിടിച്ചു, വ്യാക്രമലർന്ന പോലെ അലറി. ഇതിനു മുമ്പ് യുദ്ധം ചെയ്യാൻ സമയം കുറിപ്പിച്ചിരുന്നു. ഗുളികകാലവും രാഹുകാലവും ഒക്കെ നോക്കിയാൽ യുദ്ധത്തിന് ഇറങ്ങി. പക്ഷെ സായിപ്പ് തോക്കെടുത്ത് കാച്ചി.
അവനറിയോ ഗുളികകാലം എന്താ? അവന് ഗുളിക എന്താണെന്നറിയാം. ഗുളികകാലം എന്ന് പറഞ്ഞാൽ അവനോർത്ത് വല്ല അസുഖമൊക്കെ വരുമ്പോൾ ഇത് പാരസെറ്റമോൾ കഴിക്കേണ്ട കാലമാണെന്നാ ഓർത്തേ. അവൻ തോക്കെടുത്ത കൊണ്ട് കാച്ചി ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. അപ്പം ആരാ ഇന്ത്യ വിറ്റ്? നമ്മളാരാണ്ടാ? നമ്മുടെ വല്യപ്പനാ. അന്ന് ഇന്ത്യയെ മൊത്തമായും ചില്ലറയായും വിദേശിക്ക് അടിമപ്പെടുത്തിയവൻ ഇന്ന് വന്നിട്ട് അനിൽക്കുടത്തോടത്തിൻ്റെ അടുത്ത് പറയുക ഞാനാ വിറ്റെന്ന് പറയാം. ചുമ്മാരിന്ന് നീ പോയി ചരിത്രം പഠിച്ചിട്ട് വാ. കാര്യകാരണ സഹിതം വസ്തുത പഠിക്കുക, പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അങ്ങനെ ഇന്ത്യ അവൻ്റെ കയ്യിലിരുന്നു. പക്ഷെ ഇവരുടെ വരവുണ്ടേ ചില ഗുണങ്ങളും ഉണ്ടായി. തെറ്റിദ്ധരിക്കല്ലേ? ബ്രിട്ടീഷുകാരെന്തിനാ വന്നറിയണ്ടേ? ഒറ്റവാക്കി പറയാൻ കൊള്ളയടിക്കാൻ വന്നതാണ്. ആ കൊള്ളയ്ക്ക് കൂട്ടുന്നതാണ് 600-ൽ പരം നാട്ടുരാജാക്കന്മാർ. 600-ൽ പരം പേരും കൊള്ള ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ. അല്ല, ജനാധിപത്യം വന്നൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന ആ രീതിക്ക് വേണ്ടി ഒരു രാജാവും നിന്നില്ല. കൊള്ളയടിക്കരുന്നു. ആ കൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടി കൊള്ളയടിച്ചു. ആവശ്യത്തിന് മുതൽ കൊണ്ടുപോയി. എന്നാൽ ഈ കൂടെ ഒരു പിടി മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാതെ, ഒരു തേക്കും തടി കടത്താതെ, ഒരു ചന്ദനമരം കൊണ്ടുപോകാതെ, ഒരു പാക്കറ്റ് കുരുമുളക് പൊടി പോലും കൊണ്ടുപോകാതെ, ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും അയർലൻഡിലും ഒക്കെയുള്ള തങ്ങൾക്കുള്ള വസ്തുവകകളും പുരയിടങ്ങളും വിറ്റ് ഈ രാജ്യത്തിൽ വന്ന് ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ മരിച്ചുടങ്ങിയ ഒരു പറ്റം സുവിശേഷകരുണ്ട്. അവർ കൊള്ളയ്ക്ക് വന്നതല്ല, ഈ പുസ്തകം പഠിപ്പിക്കാൻ വന്നതാ. ഇതിൽ അന്തർലീനമായ ആത്മീക സത്യങ്ങൾ പഠിപ്പിക്കാൻ വന്നതാ. ആ സത്യത്തിന്റെ വെളിച്ചമാ ഇന്ത്യ മുഴുവൻ മാറ്റിമറിച്ചത് എന്ന് അഭിമാന പുരസരം ഞങ്ങൾ ഉലകത്തോട് വിളിച്ചു പറയും. ഇതിലെ സന്ദേശമാ ഈ രാജ്യത്തിന് മുഴുവൻ സമഗ്രമായ മാറ്റത്തിന്റെ വിപ്ലവം കുറിച്ചത്. മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ഉദാത്തമായ ജാഗ്രത പുലർത്തിയ ആ സുവിശേഷത്തിന്റെ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇതാ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ. ഒന്നുകൂടി പറഞ്ഞ് പൂരിപ്പിക്കാം. 1857 നമുക്ക് മറക്കാനാവാത്ത വർഷമാണ്. കാരണം അന്നാണ് നമ്മളുടെ മഹത്തായ വിപ്ലവം എന്ന് നമ്മൾ പറയുന്ന സ്വാതന്ത്ര്യ സമരം. പക്ഷെ ഈ സംഭവത്തിനൊരു നാന്ദിയുണ്ട്. ലാൽ ബാൽ പാൽ എന്ന 3 പേരെ അറിയാലോ. ബാലഗംഗാധര തിലകൻ, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാലൊക്കെ അടക്കുന്ന ലാൽ പാൽ ബാൽ, മദൻ മോഹൻ മാളവ്യ ഇവരൊക്കെ അടക്കുന്ന സംഘം. അക്കാലഘട്ടത്തിൽ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നു. ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം 8 വയസ്സാണ്. കല്യാണം കഴിക്കുന്നവന് 40 വയസ്സ്. അപ്പോൾ ഇത് വന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷുകാരിത് 10 വയസ്സാക്കി. ചെറിയൊരു മുറുമുറുപ്പ് എതിർപ്പൊക്കെ വന്നെങ്കിൽ ഇവരൊരു ആശ്വാസം, 2 വർഷത്തോടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. മാത്രമല്ല, ഹീനമായൊരു ഏർപ്പാട് കൂടി, കേവലമുള്ള വിവാഹം കഴിച്ചാൽ കൂടെ പോരാ. ഈ 40 വയസ്സുള്ള പുരുഷൻ അയാളുടെ ആർജവം ഈ പെൺകുട്ടിയിൽ പ്രയോഗിക്കണം. അവൻ വലിയ ധീരനായിട്ട് അംഗീകരിക്കപ്പെടും. അത് എനിക്ക് ആ ഭാഷയിലെ പറയാൻ പറ്റും. ബാക്കി പറഞ്ഞ് ബോധ്യപ്പെടുത്താം. 57 ഇങ്ങനെ ഇതിനൊക്കെ എതിരെ ചെറിയ മുറിവുറുപ്പുണ്ടായെങ്കിലും ബ്രിട്ടീഷുകാർ ഒരു പരിപാടി കൂടി കൊണ്ടുപോകും. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവരവസാനിപ്പിച്ചു. ഭരണം നേരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കയ്യിലായി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കല്ല പിന്നെ ഭരണം, ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അവർ ഇന്ത്യ സെക്രട്ടറിയെ വെച്ച്, ഗവർണർമാരെ വെച്ച്, വൈസ്രോയിമാരെ വെച്ച് ഒരു ഭരണം. അവിടെ ഇരുന്ന് രാജ്ഞി ഭരിക്കും, അല്ലെ രാജാവ് ഭരിക്കും, അല്ലെ അവിടുത്തെ പാർലമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അത് ഈ വിവാഹപ്രായം വീണ്ടും മാറ്റാൻ തീരുമാനിച്ചു. 2 വയസ്സ് കൂടി 12. അതിന് കാരണം ഉണ്ടാകും. ഈ 10 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയെ ഒരു 35കാരൻ വിവാഹം കഴിച്ചു. 8ാം ദിവസം ആ പെൺകുട്ടി മരിച്ചു. ഫൂൽമണി ദാസ് എന്നാണ് അവളുടെ പേര്. അത് വലിയ പ്രശ്നമായി. ദാരുണ മരണം, ചോര വാർന്ന് മരിച്ച പെൺകുട്ടി. എന്തും വരട്ടെ എന്ന് കരുതി ഈ പ്രായം തിരുത്തി. അതിനെ എതിർത്ത ആളുകളുടെ പേര് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. സാക്ഷാൽ ബാലഗംഗാധര തിലകൻ, ഇവൻ ചന്ദ്രപാലും എല്ലാം ഇതിനെതിരായിരുന്നു.
അവർ പറഞ്ഞെന്താ, വിദേശികൾ വന്ന് ഞങ്ങളുടെ സംസ്കാരത്തിൽ ഇടപെടുന്നു. എന്ത് സംസ്കാരം? 40കാരൻ 12 വയസ്സുകാരിയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. ഇതിലിടപെട്ടം അടുത്ത് കേൾക്കണ്ടേ? ഇതേ കാലത്ത് കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു ചിത്പവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നൊരു സ്ത്രീ. അപാരമായ സംസ്കൃത ജ്ഞാനം, വലിയ അറിവ്. നിങ്ങളിപ്പോൾ അവരുടെ പേരറിയും. പണ്ഡിത രമാബായി സരസ്വതി. വലിയ വായനയുള്ള പെൺകുട്ടിയാ, അപാരമായ ജ്ഞാനമാ. ചിത്പവൻ ബ്രാഹ്മണരിൽ ഏറ്റവും കൂടിയ ജാതിയാണ്. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ചിത്പവൻ ബ്രാഹ്മണനാ. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇതര ബ്രാഹ്മൺസിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കില്ല. അവർ മോക്ഷാർത്ഥം യാത്ര ചെയ്ത് മഹാരാഷ്ട്രയിലെത്തി. തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ വയ്യ. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ മറ്റേതെങ്കിലും മതസ്ഥിതരോ അധകൃതരോ എങ്കിൽ പാലിക്കേണ്ട അകലം നിമിത്തം അവിടെ കിടക്കില്ല, അവരോട് സഹകരിക്കില്ല. കടകമ്പോളങ്ങളിലെ ഭക്ഷണം കഴിക്കില്ല. ആ യാത്രയിൽ ദീർഘനാളിലെ നടന്നും ബുദ്ധിമുട്ടിയുള്ള യാത്രക്കിടയിൽ പട്ടിണി നിമിത്തം രോഗാതുരനായി വഴിയാത്രയിൽ അപ്പൻ മരിച്ചു. ആ യാത്രയിൽ ഒരു കുളത്തിൽ കുളിച്ചുകൊണ്ട് മുങ്ങിപ്പൊങ്ങുന്ന രമാബായിയുടെ പക്കൽ ഒരു ശില്പം കിട്ടി. ശില്പം കിട്ടിയ രമാബായിയെ നാട്ടുകാർ അഭിനന്ദിച്ചു. കാരണം നിനക്ക് ദൈവത്തിൻ്റെ പ്രീതി കിട്ടി, അതുകൊണ്ടാണ് നിനക്കിത് കിട്ടിയ വിശേഷവിധിയായിട്ടുള്ള ഈ ശില്പം. ആളുകൾ രോഗശാന്തിക്ക് അവൾ അരികിൽ വരും. അസ്പർശത നിമിത്തം ദൂരെ നിന്ന് അവൾ ഇങ്ങനെ കൈ കാണിക്കും. മോക്ഷപ്രാപ്തി കിട്ടിയതുപോലെ ആളുകൾ മടങ്ങും. ക്രമേണ അവളുടെ അമ്മയും മരിച്ചു. ആ പെൺകുട്ടി ഒറ്റപ്പെട്ടപ്പോൾ ഓർത്തു, നീണ്ട യാത്രക്കിടയിൽ ഭക്ഷണം കിട്ടാതെ അപ്പൻ മരിച്ചു. ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്നാണ് അമ്മ മരിച്ചു. ദുരിതം പേറി ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ശില്പം എന്തേ എന്നോട് കാരുണ്യം കാണിക്കുന്നില്ല? അലറി വിളിച്ചവൾ പ്രാർത്ഥിക്കവേ രാത്രി ഇതുവരെ അറിയാത്തൊരു ദൈവ സാന്നിധ്യം അവൾ അറിഞ്ഞു. ഒടുക്കം ആ ശില്പം വലിച്ചെറിഞ്ഞ് താൻ കണ്ടെത്തിയ ദർശനപ്രകാരം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. പണ്ഡിതരമാവായി സരസ്വതി യാത്ര തുടർന്നു. അവർ പരിചയപ്പെട്ട മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരിലൂടെ സുവിശേഷത്തിന്റെ ശരി ശബ്ദം കേട്ടു. ഇംഗ്ലണ്ടിൽ പോയി, അമേരിക്കയിൽ പോയി അവളൊരു കാഴ്ച കണ്ടു. അസ്പർശതയില്ല. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, മാംസാഹാരം കഴിക്കുന്നു, മത്സ്യം കഴിക്കുന്നു, സന്തോഷവാന്മാരായി ജീവിക്കുന്നു. ഇത് നിഷിദ്ധമാക്കി കഴിച്ചു ഭക്ഷണം കിട്ടാതെ. മറ്റു മനുഷ്യരെ മനുഷ്യരായി കാണാത്ത അകല സൃഷ്ടിച്ചപ്പോൾ അത് പറഞ്ഞു വെച്ച ആ ചരിത്രത്തിന് പോലും രക്ഷിക്കാൻ കഴിയാതെ അപ്പൻ പാതി വഴിയിൽ മരിച്ചു. അവർക്കവിടെ സുഖലോലുപതയുടെ ജീവിതം കിട്ടുമായിരുന്നു. ആ സ്ത്രീ അവിടെ നിന്നില്ല. ഇംഗ്ലണ്ടിൻ്റെ സുഖസൗകര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ തിരിച്ചെത്തി ഒരു വലിയ മാറ്റത്തിൻ്റെ കാഹളമുതി. ആളുകളെ വിശേഷിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കെതിരെ പടപൊരുതി. ആ സ്ത്രീയെ ആദരിച്ചതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം 1960 ഈ സ്വതന്ത്ര ഇന്ത്യയിൽ അവരുടെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും. മനസ്സിലായോ? മറ്റൊന്നുകൂടി പറയാം. 1906 ഇവരുടെ പ്രാർത്ഥനാ മുറിയിലാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായി അന്യഭാഷാ ഭാഷണം രേഖാമൂലം സംഭവിച്ചത് എന്ന് കൃത്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ചരിത്രം. ഒന്ന് ആലോചിച്ച് നോക്കി. അവർ ചെയ്തതാ. ഭർത്താവ് മരിച്ചാൽ പെൺകുട്ടികൾ ഭാര്യമാർ ചിതയിൽ ചാടി മരിക്കണം. എൻ്റെ പേരെന്താ? അപ്പോൾ നിങ്ങൾക്കറിയാം. തിരിച്ചാണെങ്കിലോ അങ്ങനെ സംഭവിക്കുകയല്ല. തിരിച്ചു വന്നാൽ ചതി എന്നതിന് പറയുക. അപ്പോൾ ഇത് കേട്ടാൽ നമ്മൾ ഓർക്കും വിധവയായൊരു സ്ത്രീ എന്നൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സിരിക്കുന്നതിൻ്റെ വിധവയല്ല കേട്ടോ. നമ്മൾ വിധവ എന്നൊക്കെ പറയുക പ്രായമുള്ളൊരു അമ്മച്ചി സഭയിലുണ്ട്. അതല്ലിത്. വിധവയുടെ പ്രായം കേൾക്കണം. 12 വയസ്സ്, 13 വയസ്സ്, 16 വയസ്സ്. ഭർത്താവിൻ്റെ പ്രായം കേൾക്കണോ? 85 വയസ്സ്, 90 വയസ്സുമൊക്കെയാണ്. ഞങ്ങളൊരു വ്യാഖ്യാനം പറയാറുണ്ട്. ഇത്രയും വിധവമാർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ 85 വയസ്സുള്ള കാരണവർ
ഈ 12 വയസ്സുകാരിയെ കല്യാണം കഴിക്കും. പാവം കൊച്ചു പേടിച്ച് വരിക. ഈ കാരണവർ ഈ വരും വഴിക്ക് കല്യാണം കഴിച്ചതിലെ സന്തോഷം കൊണ്ട് അറ്റാക്ക് വന്നാൽ പലപ്പോഴും മരിക്കുന്നു. മനസ്സിലായില്ലേ? അയാളിങ്ങനെ സന്തോഷത്തോടെ വരിക. ഈ വരും വഴിക്ക് കാരണവർ മരിക്കും. ഇയാളുടെ ശരീരത്തിലേക്ക് മനുഷ്യനെ കിടത്തിയിട്ട് ഇതിൻ്റെ മീതെ ചന്ദനമുട്ടി വെച്ച് അതിനുശേഷം പച്ചമുളകൾ കീറി തലങ്ങും വിലങ്ങും വെച്ച് വള്ളിക്ക് വരിഞ്ഞ് അതിൻ്റെ മീതെ നെയ്യൊഴിച്ച് തീ കൊളുത്തുന്ന പ്രാകൃതമായ സംവിധാനം ഈ രാജ്യത്ത് നിലനിന്നിരുന്നെന്ന് 1829 അത് നിരോധിക്കുന്നത്. അത്തരം നിരോധനങ്ങളൊക്കെ കണ്ടിട്ട് പറയുക, മിഷണറിമാർ ഇന്ത്യയിൽ വന്നിട്ടേ ഞങ്ങളുടെ സംസ്കാരങ്ങളെ മുഴുവൻ അട്ടിമറിച്ചു. സുഹൃത്ത്, ഇത് സംസ്കാരമെങ്കിൽ ഇനിയും അട്ടിമറി പ്രതീക്ഷിച്ചു മാത്രം ഇവിടെ കഴിഞ്ഞാൽ മതി. ഇത്തരം അട്ടിമറികൾ നിർവഹിക്കുന്ന നവോത്ഥാനത്തിന്റെ വീര്യമാ യേശുവിന്റെ അനുഗാമികളിലുള്ളതെങ്കിൽ ഇത്തരം എല്ലാത്തരം ദുരന്തങ്ങളോടും ഇരുട്ടിനോടും എന്നേക്കും യുദ്ധം ചെയ്യാനുള്ള നയപ്രഖ്യാപനത്തിന്റെ വേദിയ യേശുവിന്റെ സുവിശേഷത്തിന്റെ ഘോഷണം. അത് കൃത്യം നിർവഹിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു ജനതയുടെ ആവിർഭാവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ യോഗം ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചതിന് വേണ്ടിയാ. ഹല്ലേലൂയ. ചുരുക്കത്തിൽ ഈ രാജ്യത്ത് ആദ്യത്തെ കലാലയം ആരുണ്ടാക്കി? മിഷണറിമാർ. ഈ രാജ്യത്ത് ആദ്യത്തെ വാർത്താപത്രം ആരുണ്ടാക്കി? മിഷണറിമാർ. ഈ രാജ്യത്ത് ആദ്യമായി സാധാരണ മനുഷ്യരും വിദ്യാഭ്യാസം എന്ന ആശയം ആർക്കൊടുത്തു? ഈ മിഷണറിമാരാണ്. ആധുനിക ഇന്ത്യയെ നിർമ്മിച്ചെടുത്തത് ആരാണ്? ഈ ബൈബിളിന്റെ വക്താക്കളാണ്. 85 ഭാഷകളിൽ വ്യാകരണം, ഹിന്ദി ഉൾപ്പെടെയുള്ള 85 ഭാഷകൾക്ക് വ്യാകരണം കൊടുത്തത്, 120 പരം ഭാഷകൾക്ക് നിഘണ്ടു ഉണ്ടാക്കി കൊടുത്തത് യേശുവിന്റെ അനുഗാമികളാണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മിതിക്ക് വേണ്ടി ഇത്തരത്തിൽ നിലനിൽക്കാൻ അത്തരം സാംസ്കാരികമായ ആന്തോളനത്തിന് തുടക്കം കുറിച്ചത് യേശുവിന്റെ അനുഗാമികളാണെങ്കിൽ ബൈബിൾ പറയുന്ന പോലെ ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കിട്ടൂ. ഇവിടെ മാത്രമല്ല സുഹൃത്തേ, ലോകത്തിൻ്റെ ഏതെല്ലാം ഇടങ്ങളിൽ ഈ സുവിശേഷത്തിൻ്റെ വക്താക്കൾ പോയോ അവിടെയൊക്കെ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. സമയപരിധിയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വസൂരി പണ്ട് ഒരു മാരക രോഗമായിരുന്നു. അത് വരുന്നവരെ ശവമടക്കാൻ പോലുമില്ലാതെ മന്ത്രവാദിയെ വിളിച്ച് മന്ത്രം ചെയ്യിച്ച് ശവമടക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. വാസ്തവതി സംഭവിക്കുന്നത് ഈ വീടിനകത്ത് തന്നെ ഒരു കുഴിയെടുക്കും. ഈ പുള്ളി തന്നെ മന്ത്രം ചൊല്ലിച്ച് പറയും അങ്ങോട്ട് നടക്കാൻ പറയും. ഈ കുഴിയുള്ള വിവരം അറിയാതെ ഈ ആൾ ചെന്ന് അതിനകത്ത് വീഴും. ബാക്കി പണി മന്ത്രവാദി ചെയ്തോളൂ. മണ്ണിടുന്നു, ജീവനോടായി തട്ടുന്നു. ഈ പണിയൊക്കെ ഇവിടെ നടന്നു. എന്തേ മന്ത്രത്തിന് കഴിയാത്തത്? വാക്സിൻ വന്നപ്പോൾ കളി അങ്ങ് മാറി. മനസ്സിലായോ? അനേക വർഷങ്ങളിൽ മന്ത്രവാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനത്തെ വാക്സിൻ വഴി ഉന്മൂലനം ചെയ്ത മാർഗമാ യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗം. അതെങ്ങനെയാ? വാക്സിനും നമ്മളുമായിട്ടുള്ള ബന്ധമോ? പറയാം. അലക്സാണ്ടർ ഫ്ലെമിങ്ങും ലൂയി പാസ്റ്ററും മൈക്കൽ ഫാരഡയും ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും ജോണസ് കെപ്ലറും ഗ്രിഗർ മെൻഡലും മാഡം ക്യൂറിയും പിയറി ക്യൂറിയും എല്ലാം ഈ പുസ്തകം വായിച്ച ആളുകളാ, ഇതിൻ്റെ അനുഗാമികളാ. മനസ്സിലാകുന്നോ? സന്തോഷമുണ്ടോ? ഞാൻ നിരീക്ഷനോട് ചോദിച്ചാൽ ഞാനിങ്ങനെ ഒരു 100 പേരുടെ പേര് ശ്വാസം വിടാതെ പറയാം. നിൻ്റെ ഒരു 10 പേരുടെ പേര് പറയാൻ പാടില്ല. രാജ്യത്തിന്, ലോകത്തിന് മനുഷ്യന് ആധുനികമായ സുഖവും ചികിത്സയും സംവിധാനമൊക്കെ നൽകിക്കൊടുത്ത 10 നിരീശ്വരവാദിയുടെ പേര് പറയാൻ പറഞ്ഞു. ഇതെല്ലാം പ്രാർത്ഥന മനുഷ്യരായിരുന്നു. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞ് വിട്ടേക്കാം. ഇന്നും ചെല്ലി പറയില്ല പഴയ ചികിത്സയായിരുന്നു നല്ലത്. പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ ഒരു ഇലയെടുത്ത് ഇങ്ങനെ ഞെരടിയിട്ട് മുറിയെ വെക്കും. ഇന്ന് വെച്ച് നോക്കിയാൽ നേരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി. വരുന്നു ഇംഗ്ലീഷ് മരുന്നിനെ കുറ്റം പറയുമ്പോൾ ഒരു കുഴപ്പമറിയോ? പറയാം, ശ്രദ്ധിക്കണം, പിണങ്ങല്ലേ. ഇവിടുത്തെ വൈദ്യമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ എല്ലാവർക്കും കിട്ടിയില്ല. അതാ പ്രശ്നം. കാരണം ഈ ആയുർവേദവുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളെ ഒരു നമ്പൂതിരിയോ ബ്രാഹ്മണ, അയാൾക്ക് മറ്റാരെയും തൊടാനൊക്കത്തില്ല. ദൂരം പാലിക്കണം. ഒരു കയ്യാളടക്കിയാണ്. അപ്പോൾ രോഗി നിൽക്കേണ്ട അകലമുണ്ട് 32 അടി. ജാതി അനുസരിച്ച് അകലം തീണ്ടാപ്പാടെന്നതിന് പറയുക. അവിടെ നിൽക്കണം. ഡോക്ടറും രോഗിയും തമ്മിലുള്ള അകലം കണ്ടോ?
32, 64. എന്തൊരവസ്ഥയാണ്! അവിടെ നിന്നിട്ട് ഇവിടുന്ന് ഒരു കയ്യാൾ ഓടി വന്നിട്ട് പറയും ഇന്നതാണ് അവൻ്റെ രോഗം, ഇന്നതാണ്. ശരി, ലിസ്റ്റെല്ലാം കൂടെ എഴുതി കൊടുക്കും. കുശമാണ്ഡ രസായനം, കുറേ കിഴാനെല്ലി, ഇത്ര, ഇതെല്ലാം കുറേ കഥകളെല്ലാം അവിടെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഇവരിതെവിടെ പോയി പറിക്കാനാണ്? എവിടെ പോയി കിട്ടും? അതിന് പണം അവിടെ വച്ചേക്കണം. ഈ പണത്തിന് അശുദ്ധിയില്ല, അത് എടുത്തുകൊണ്ട് പോരും. ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള പരിപാടിക്കുണ്ടായിരുന്നേ. അപ്പം ഇതും കൊണ്ടുപോകും. ഇത് പലർക്കും കിട്ടാതെ വന്നപ്പോഴവൻ അവൻ തിരിഞ്ഞ പണിയുടെ പേരാ മന്ത്രവാദം. ഞാൻ മന്ത്രവാദത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, പേടിയുള്ളൊരു കാണരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൂരെ മാറി നിൽക്കുന്ന ഘട്ടത്തിൽ സായിപ്പ് ദേ കുതിരപ്പുറത്ത് വന്നു. മിഷറിമാരെ കുതിര വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. കൂടെ 2 കൊച്ചു പെമ്പിള്ളേർ, ഒരു സഹായിയായ കമ്പൗണ്ടർ, ഇയാളുടെ കഴുത്തിലൊരു കുടൽ. രോഗികളിങ്ങനെ നിൽക്കുക. ഇങ്ങ് വാ, മാറി മാറി മാറിപ്പോവാ. അയ്യോ യമാനെ, ഇവിടെ വാ, ഇവിടെ വാ വിളിച്ചു. ഈ കുടലെടുത്ത് ഇങ്ങോട്ട് വച്ചു, രോഗിയുടെ നെഞ്ചിൽ തൊട്ടു. അപ്പോൾ ആ നേഴ്സ് വെങ്കച്ചില്ലേ, അവൾ ആ തെർമോമീറ്റർ എടുത്തേ അണുവിമുക്തിയുള്ള വെള്ളത്തിൽ ഒന്ന് മുക്കി നാവിൽ തൊടിവെച്ചു. വീണ്ടും എടുത്ത് വെച്ചു. അടുത്ത ആൾ കുറിച്ചു. ഡോക്ടർ സാഹിബ് എന്ത് ചെയ്യുന്നറിയണ്ടേ? ഈ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ മുട്ടിച്ച് നമ്പൂതിരിയെ, നായരെ, നായാടിയെ, ഈഴവനെ, ദലിതനെ, ആദിവാസിയെല്ലാം തൊട്ട് പോയി. ക്ഷമിക്കണേ, അരിവാൾ കൊണ്ട് ചെയ്ത വിപ്ലവത്തെക്കാൾ വലുത് ആ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്ത വിപ്ലവം. സമസ്കയാ, മനസ്സിലായോ? മലയാളിയുടെ ഇടയിൽ നിന്ന്, ഇന്ത്യക്കാരൻ്റെ ഇടയിൽ നിന്ന് ജാതി മാറ്റിയ ഉപകരണത്തിൻ്റെ പേരാ സ്റ്റെതസ്കോപ്പ്. അതിങ്ങനെ കുത്തി മാറ്റിയപ്പോൾ ഇന്നു വന്നിട്ട് പറയുക മഹത്തര ആയുർവേദം, കൈ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഒരായുർവേദമല്ല, ഒരു യോഗായുമല്ലെന്നേ. അതെ, ഇംഗ്ലീഷ് മരുന്നാ. ചെലവ് കുറഞ്ഞതും പ്രായോഗികമായ ഗവേഷണത്താൽ രൂപപ്പെട്ടു വന്ന ആ ഒരു പോയിന്റ് പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. ശ്രദ്ധിക്കും. ഇരുളിലിരുന്ന ജനം വെളിച്ചം കണ്ട എങ്ങനെയാണെന്ന് ഇതൊക്കെ 2-2.5 മണിക്കൂർ പറയേണ്ട കാര്യങ്ങളാണ്. പോട്ടെ. അപ്പോഴേ അലക്സാണ്ടർ ഫ്ലെമിങ്, ലൂയി പാസ്റ്റർ, ഈ പേരെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഈ പേപ്പട്ടി വിഷം ബാധിച്ച ആളുകൾ മരിക്കുന്നു, ധാരാളം പേര് മരിക്കുന്നു. പേപ്പട്ടിയെ അവിടെയൊക്കെ കൊല്ലാമെങ്കിലും പരിധി ഉണ്ടായിരുന്നു. എത്ര തന്നെ കൊല്ലാനാണ്? പേപ്പട്ടി, പാമ്പ്, പഴുതാര, ഇതിനൊക്കെ ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇന്ത്യ. മനസ്സിലായില്ലേ? ഇസ്രയേലിലൊക്കെ ചെന്നാൽ കാട്ടുപന്നിയെ കണ്ട വെടിവെച്ച് കൊന്നാൽ, എങ്ങനെയും കൊന്നാൽ നമുക്ക് വലിയ പാരിതോഷികമാണ്. കാരണം കൃഷി നശിപ്പിക്കും. അതിന് പോലീസുകാരെ ആക്കിയേക്കുക, പന്നിയെ കൊല്ലുക മാത്രമാണ് പണി. നമ്മളങ്ങനെ ചെയ്താൽ പോരാ. പന്നി, ഞാനിപ്പോൾ പന്നീന്ന് പോലും പറയല്ല, പന്നി സാറെന്നേ പറയത്തുള്ളൂ. എല്ലാം പോട്ടെ, പാമ്പിൻ്റെയൊക്കെ പേര് മാറി. ഇപ്പോൾ പാമ്പിനെ വിളിക്കുന്ന അതിഥി എന്നാണ്. എന്തോരവസ്ഥയാണ്! നമുക്കിന്നൊരു അതിഥിയുണ്ടോ? നമ്മൾ ഈ അതിഥി ഉണ്ടെന്ന് കേട്ടാൽ ഓർക്കും നമ്മുടെ അമ്മാച്ചനോ കൊച്ചപ്പനോ ആരാണ്ട് എങ്ങാണ്ടൊന്നും ഒന്നാ. ഇന്നിപ്പം അല്പം നല്ല ആഹാരം കഴിക്കാമല്ലോ എന്നല്ല ഓർത്തിരിക്കുന്നത്. അതിഥി ആരാ? അണലി അളിയൻ. എന്തുവാടാവുക ഇതൊക്കെ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇതിനെപ്പറ്റിയൊക്കെയല്ലേ ചർച്ച പോകുന്നത്. മനുഷ്യന് വിലയില്ലെന്നേ. ഇതൊക്കെയാ ഈ പേവിഷം ബാധിച്ച ആളുകൾ മരിച്ചപ്പോൾ ഒരുത്തൻ്റെ അവസ്ഥ കണ്ട് ഈ സയൻറ്റിസ്റ്റിന് വലിയ ദുഃഖം തോന്നി. ഈ പേവിഷം ബാധിച്ചാൽ ഹൈഡ്രോഫോബിയ എന്നൊരവസ്ഥയാണ്. വെള്ളം കണ്ടാൽ വല്ലാത്ത വിഭ്രാന്തി വരും, ദാഹമുണ്ട്, നമ്മുടെ ഈ നെർവസ് സിസ്റ്റം മുഴുവൻ അത് തകർക്കും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ്. നുരയും പതയും വരും, ഭീകരമാണ്. ഇദ്ദേഹം അന്ന് തന്നെ ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചൊരു ഗവേഷണത്തിൽ ഏർപ്പെട്ടു. സ്റ്റുഡൻസിനെല്ലാം വിളിച്ചു. ഈ ഡോക്ടർ പേവിഷം ബാധിച്ച ഒരു നായുടെ ശരീരത്തിൽ നിന്ന് പേവിഷം എടുത്തു. ഒരു കുതിരയിൽ, ഏതാനും കുതിരകളുണ്ട്, അതിൽ ഒന്നിനെ കുത്തി. ആ കുതിര പേയും ബാധിച്ച് നുരയും പതയൊക്കെ വന്ന് ചത്തു. പല അളവിൽ പല കുതിരകളിൽ കുത്തി. അതിൽ ഒരു കുതിരയിൽ വളരെ കുറഞ്ഞ അളവിലാണ് കുത്തി. അതിനൊരു മാറ്റമില്ല. അത് പഴയ പോലെ തിന്നു, വെള്ളം കുടിച്ചു. ആ കുതിരയെ തിരഞ്ഞെടുത്ത്
കഴിഞ്ഞ ദിവസം കുത്തിയതിനേക്കാൾ വീര്യം കൂടിയ അളവിൽ കുത്താൻ പറഞ്ഞു. കുത്തി ഏക്കുന്നില്ല, അതിനൊരു കുഴപ്പമില്ല. ഒരു ഘട്ടം കഴിഞ്ഞു, അതിൻ്റെ 10 മടങ്ങ് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു, ഏക്കുന്നില്ല. പക്ഷെ ഇനിയുള്ളത് നിർണായക. കാരണം മറ്റു കുതിരകൾ ചത്ത നിലവാരത്തിലേക്ക്, ആ അളവിലേക്ക് വിഷം എടുക്കണം. അത് കുത്തി, കുതിരയ്ക്കൊരു മാറ്റമില്ല. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഇരട്ടി കൊടുക്കാൻ. ഇരട്ടി കൊടുത്തു. അന്നൊരു ക്ഷീണമൊക്കെ കാണിച്ചെങ്കിലും അതൊന്ന് ചിനച്ചു, ആഹാരം എടുത്തില്ല. 2 ദിവസം കൊണ്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തി. ഇനിയാണ് കട്ടി. ഇതുവരെ കൊടുത്തതിൻ്റെ 10 മടങ്ങ് വീര്യത്തിൽ ഒന്നടിച്ചു. കുതിര വീണു, നുരയും പതയും വന്നു, കൈകാലുകൾ കുടഞ്ഞു, മരണത്തോടടുത്തു. സയന്റിസ്റ്റ് പറഞ്ഞു നിരീക്ഷിക്കണം. കുട്ടികൾ എന്നും വന്നിട്ട് പറയും, സാർ ഇതാണ് അവസ്ഥ, ചാകുന്നുമില്ല, ഈ രോഗം മാറുന്നുമില്ല. പക്ഷെ 1-2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഒരു കുട്ടി വന്ന് വെറുതെ അല്പം വെള്ളം കുടഞ്ഞപ്പോൾ ഈ കുതിര കണ്ണ് മിഴിച്ചിട്ട് ഈ നാക്ക് നീട്ടി പതുക്കെ പതുക്കെ വെള്ളം ഇങ്ങനെ നക്കി തോർത്തി. സാർ അത് വെള്ളം കുടിക്കാനുള്ള പ്രവണത കാണിക്കുന്നു. വാ, വെള്ളം ഒഴിച്ചു കുടിച്ചു. വെള്ളം ശരീരമാസകലം ഒഴിച്ചു, അതൊന്ന് കുടഞ്ഞു. അതിൻ്റെ ധാന്യമണികൾ കൊണ്ടുവച്ചു, കഴിച്ചു. കുളിപ്പിച്ച് വൃത്തിയാക്ക കുതിരയുടെ പുറത്തേക്ക് ഈ സയൻറ്റിസ്റ്റ് കയറിയിട്ട് ഇതുവഴി ഒന്ന് ഓടിച്ചുപോയി. അതിനെക്കൊണ്ട് കെട്ടി വിജയശ്രീലാളിതനായി കൈയടിച്ചു. സ്റ്റുഡൻസിൻ്റെ കൂടെ 3 പേര് കൈയടിച്ചു. എന്തിനാന്ന് ബാക്കി ആൾക്കാർക്കും അറിയത്തില്ല. പിന്നെ അവരും അങ്ങ് അടിച്ചു. നമ്മളും ചിലപ്പോഴങ്ങനെയാണല്ലോ, കൈയടിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാർ എനിക്കൊന്നും മനസ്സിലായില്ല. നീ ആ മിടുക്കൻ, പറയാം. വീര്യം കൂടിയ മരുന്ന് കുത്തിയിട്ടും മറ്റു കുതിരകൾ ചാകാൻ കാരണമായതിൻ്റെ 10 മടങ്ങ് കുത്തിയിട്ടും ഈ കുതിര ചത്തില്ലല്ലോ. ചത്തില്ല. അതിൻ്റെ പേരാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ആർജിത പ്രതിരോധ ശേഷി. ഇനി ഒരുവിധപ്പെട്ട വിഷമൊന്നും വന്നാൽ എൻ്റെ അടുത്ത് കേൾക്കുകയില്ല. അത് മനസ്സിലായി. അതുകൊണ്ടെന്ത് പറയാം, ആ കുതിരയെ കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് വാക്സിൻ വികസിപ്പിക്കണം. അത് മനുഷ്യനെ കുത്തണം. മനസ്സിലായോ? ഇത്തരം വിഷമായിട്ട് ഇവൻ വരുമ്പോൾ ഈ ആർജിത പ്രതിരോധ ശേഷിയുടെ സിസ്റ്റം ശരീരത്തിലുള്ള നമ്മൾ പറയും, ഏക്കത്തില്ലപ്പോ ഇത് ആൻറ്റിബയോട്ടിക് ചികിത്സ. ഇത് ശരിക്കും നടന്നൊരു സ്ഥലമുണ്ടേ, അത് കാൽവറിയാ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മുഴുവൻ മനുഷ്യരാശിക്കും ആ സൗഖ്യം ഇന്ന് രാത്രി വ്യാപരിക്കുക. അതിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഭൂമിയുടെ 5 വൻകരകളിലും പറക്കുന്ന സകല മനുഷ്യരാശിയെയും സ്നേഹത്തിന്റെ ആധിക്യത്താൽ ഹൃദയത്തോട് ചേർത്തണക്കുന്ന മാർദ്ദവമായ ആ പരിഗണനയുടെ പേരാണ് ക്രിസ്തുവെങ്കിൽ, ഈ രാത്രി ആ ധന്യനായ ദൈവപുത്രനെ കർത്താവിന്റെ രക്ഷിതാവുമായി ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ വചനം കേട്ട മനുഷ്യരാശിയോട് ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അതുല്യ നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഇതാ അവിടുന്ന് വേഗം വരുന്നു. ഏത് കണ്ടും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. മേഘാരൂഢനായി പുനരാഗമിക്കാൻ പോകുന്ന ആ സർവ്വപാലിവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. ആ പ്രശ്ന പരിഹാരകനെ ഹൃദയത്തിലെടുത്തിട്ട് പറയാ, നാഥ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു,
ആ ക്രൂശിന്റെ ചുവട് വിട്ടുപോകാതെ നിന്നെ അനുഗമിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ ആത്മസമർപ്പണത്തിന് ആര് സന്നദ്ധരാകും? കണ്ണുകളടയ്ക്ക, പ്രാർത്ഥിച്ചട്ടെ. ഇന്ന് രാത്രി ഇടപെടുന്നൊരു ദൈവം, നാളുകളായി ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഉത്തരമില്ലാതെ വീർപ്പുമുട്ടുന്ന 1000 ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇത് അവിടുന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഏത് മാരക രോഗങ്ങൾക്കും വൈദ്യനായി, അടിമുടി ജീവിതത്തെ കുഴക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരമായി, 1000 ചോദ്യങ്ങൾക്ക് മറുപടിയായി ദൈവത്തിന്റെ സാന്നിധ്യം ഇത് നമ്മുടെ കൂടെ. ആർക്ക് വേണം ഈ ദൈവ സാന്നിധ്യം? എനിക്കായി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കണം. ദൂരത്തും അരികിലും ഇരുന്ന് ഈ ശബ്ദം കേട്ടവർക്കിടയിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അപേക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരമുയർത്താം. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ചില കരമുയർത്തുന്നു, യേശു നിങ്ങളെ തൊടട്ടെ. ചില സഹോദരങ്ങൾ കരമുയർത്തുന്നു, യേശു നിങ്ങളെ തൊടട്ടെ. ആ ദിവ്യ സാന്നിധ്യം നിങ്ങൾ വ്യാപരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ താഴ്ത്തിട. പരിശുദ്ധനെ, കേൾപ്പിക്കപ്പെട്ട വചനം ജനസഞ്ചികത്തിന്റെ വിടുതലിന് കാരണമാക്കണം. ഈ മണ്ഡലത്തെ മുഴുവൻ കർത്താവ് സ്പർശിക്കണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ രോഗങ്ങളെ, വേദനകളെ, ആകുലതകളെ, ജീവൽ പ്രതിസന്ധികളെ ശാസിച്ച് ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൊണ്ടിരിക്കണം. സമർപ്പണം ചെയ്തിറങ്ങിയത് ഇവിടുത്തെ ആത്മനിയോഗമുണ്ടാകണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വന്ദനം. കർത്താവ്യ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.